करो ठंडा मेरा पे चांद सा सीने पे रख दो जरा तुम पे करोड़ों दूरों जात हुई इंतखाब मस्त हुए लाजवाब नाम हुआ मुस्तफा तुम पे करोड़ों दूरों या रसूल अल्लाह या रसूल अल्लाह या हबीब अल्लाह या हबीब अल्लाह। अस्सलामु अलैकुम वरहमतुल्लाहि वबरकातुहू। अल्हम्दुलिल्लाहि रब्बिल आलमीन वस्सलातु वस्सलामु अला सय्यिदिना मुहम्मदिन व आलिहि व सहबिहि अजमईन। अस्सलामु अलैना व अला इबादिल्लाहि स्सालिहीन। अशहदु अन ला इलाहा इल्लल्लाह व अशहदु अन्न मुहम्मदर रसूलुल्लाह। अम्मा बअद। ബഹുമാനമുള്ള പണ്ഡിതന്മാരെ, ഇന്നത്തെ സാഹചര്യത്തിൽ ഇസ്ലാമിന്റെ ശത്രുക്കൾ, മുസ്ലിങ്ങളുടെ ശത്രുക്കൾ മുസ്ലിങ്ങളിൽ ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി എല്ലാ തന്ത്രങ്ങളും എല്ലാ കുതന്ത്രങ്ങളും എല്ലാ നുണച്ചാക്കുകളും എല്ലാ പണച്ചാക്കുകളും ചെലവഴിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നതൊരു വസ്തുതയാണ്. മുസ്ലിം സമുദായത്തിൽ ഭിന്നിപ്പ് മാത്രമുണ്ടായാൽ പോരാ, ഈ ഭിന്നിപ്പ് ആഴത്തിലുള്ളതാകണം എന്നും ശത്രുക്കൾക്ക് നിർബന്ധമുണ്ട്. ഈ ആഴത്തിലുള്ള ഭിന്നിപ്പ് ഉണ്ടാക്കാൻ വേണ്ടി മുസ്ലിങ്ങളിൽ ഇന്ന് തന്നെ ഒരു വിഭാഗം ആളുകളെ ശത്രുക്കൾ കൂലിക്കെടുത്തുകൊണ്ട്, അക്ഷരം കൊടുത്തുകൊണ്ട് അവർ തന്നെ ഈ ഭിന്നിപ്പ് ശക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുവേണ്ടി അവർ തെരഞ്ഞെടുക്കുന്ന പ്രധാനപ്പെട്ട 2 പോയിന്റ്. ഈ അക്ഷരം വാങ്ങിയ ആളുകൾ മുസ്ലിങ്ങളെ അടിസ്ഥാനപരമായി ആഴത്തിലുള്ള ഭിന്നിപ്പുണ്ടാക്കാൻ വേണ്ടി അക്ഷരം വാങ്ങിയ ആളുകൾ 2 തന്ത്രമാണ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. ഒന്ന്, മുസ്ലിം ബഹുഭൂരിപക്ഷം ആളുകൾ അമുസ്ലിങ്ങളാണ് എന്ന് സ്ഥാപിച്ചു കൊണ്ടിരിക്കുക. അവർ മുസ്ലിങ്ങളെ അല്ല, അമുസ്ലിങ്ങളാണ്. അമുസ്ലിങ്ങളാണെന്ന് മാത്രമല്ല, ആ അമുസ്ലിങ്ങളെ കൊല്ലൽ നിർബന്ധമാണ് എന്നും കൂടി പ്രചരിപ്പിച്ചു കൊണ്ടിരിക്കുക. അങ്ങനെ ബഹുഭൂരിപക്ഷം വരുന്ന ആളുകൾ അമുസ്ലിങ്ങളാണ്, അവരെ കൊല്ലൽ നിർബന്ധമാണ് എന്ന് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മുസ്ലിങ്ങൾക്കിടയിലുള്ള ഭിന്നിപ്പ് ശക്തമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, മുസ്ലിങ്ങൾ ആരെയെല്ലാം ബഹുമാനിക്കുന്നുവോ ആദരിക്കുന്നുവോ അവരെ മുഴുവനും സമുദായത്തിൽ തരം താഴ്ത്തി കാണിക്കുക എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. മുസ്ലിങ്ങൾ അവരെ ശരീരത്തെക്കാൾ അങ്ങേയറ്റം സ്നേഹിക്കുന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലും തരം താഴ്ത്തുക, അതിനുശേഷം സഹാബത്തിനെ തരം താഴ്ത്തുക, അതിനുശേഷം മുസ്ലിങ്ങൾ അംഗീകരിക്കുന്ന ഇമാമുകളെ തരം താഴ്ത്തുക, അതിനുശേഷം എല്ലാ ഔലിയാക്കളെയും അമ്പിയാക്കളെയും ഒക്കെ തരം താഴ്ത്തി, ഇങ്ങനെ തരം താഴ്ത്തി സംസാരിക്കുമ്പോൾ സ്വാഭാവികമായും ഇസ്ലാമിനോട് ജനങ്ങൾക്ക് മതിപ്പ് കുറയുമെന്ന് മാത്രമല്ല, ഒരു വിഭാഗം ഇങ്ങനെ തരം താഴ്ത്തുമ്പോൾ മറ്റു വിഭാഗം അവരുടെ എല്ലാ ശക്തിയും ഉപയോഗിച്ച് അവിടെ തടുക്കും. അപ്പോൾ ഭിന്നിപ്പുണ്ടാകും തീർച്ചയാണ്. ഇങ്ങനെ പ്രധാനമായ 2 പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ ഇസ്ലാമിന്റെ ശത്രുക്കൾ ഇസ്ലാമിൽ നിന്ന് തന്നെ ഒരു വിഭാഗം ആളുകളെ അച്ചാരം കൊടുത്ത് കൂലിക്ക് വാങ്ങിയിട്ടുള്ളത്. അവരാണ് ഈ മുസ്ലിം സമുദായത്തിൽ പിളർപ്പ് ശക്തമാക്കാനുള്ള എല്ലാ വഴികളും ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ, ഈ പിളർപ്പ് ശക്തമാക്കാൻ വേണ്ടി അവർ കോടിക്കണക്ക് പണച്ചാക്കുകളും കോടിക്കണക്ക് നുണച്ചാക്കുകളുമാണ് ഇവിടെ ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു വസ്തുതയാണ്. അതിനു വേണ്ടി അവർ
ഈ കോടിക്കണക്ക് പൈസ വെറും ചങ്ങരംകുളം യോഗത്തിന് വേണ്ടി മാത്രം 18 കോടി ഉറുപ്പിക, ഒരു വിഭാഗത്തിന്റെ യോഗത്തിന് 18 കോടി ഉറുപ്പിക ചെലവുണ്ട്. ഇങ്ങനെ ചെലവാക്കിയിട്ട് അവർ സ്ഥാപിച്ചെടുക്കുന്നത് എന്താണ്? ഇന്നുള്ള മുസ്ലിങ്ങളിൽ ഇന്ന് ബഹുഭൂരിപക്ഷം ആളുകളും അമുസ്ലിങ്ങളാണ്. മാത്രമല്ല, നമ്മിൽ നിന്ന് മരിച്ചു പോയ നമ്മുടെ മാതാപിതാക്കളൊക്കെ അമുസ്ലിങ്ങളാണ്. നമ്മെ മാത്രമല്ല അമുസ്ലിമാക്കുന്നത്, നമ്മുടെ മാതാപിതാക്കളെ പോലും നമ്മൾ സ്നേഹിക്കുന്ന പണ്ഡിതന്മാരെ, നേതാക്കളെ, ഇമാമുകളെ ഒക്കെ അവര് അമുസ്ലിങ്ങളാക്കുകയാണ്. മാത്രമല്ല, അവരുടെ മാതാപിതാക്കളെ പോലും അവർ അമുസ്ലിമാക്കുകയാണ്. അവരുടെ മാതാപിതാക്കളും ഒന്നാമത്തെ പിതാവ് അല്ലെങ്കിൽ രണ്ടാമത്തെ പിതാവ് അല്ലെങ്കിൽ ഒന്നാമത്തെ മാതാവ് അല്ലെങ്കിൽ രണ്ടാമത്തെ മാതാവ് സുന്നിയായിരിക്കുമല്ലോ, അവരെയും കൂടി അവരെ അമുസ്ലിമാക്കുകയാണ്, മുശ്രിക്കാക്കുകയാണ്, കാഫിറാക്കുകയാണ്. അതിനു വേണ്ടിയാണ് ഇപ്പോൾ അവർ 18 കോടി ഉറുപ്പിക ചെലവാക്കിയത്. വാസ്തവത്തിൽ ഇവർക്ക് കാഫിറാക്കാൻ ആദ്യം തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ ഉമ്മിൽ ബാത്തിൻ കാഫിർ ആദ്യം സ്ഥാപിക്കാം. നബിനെ തരം താഴ്ത്താൽ ഇതിനേക്കാളും വലിയ വല്ലതും വേണോ? ആദ്യം തന്നെ അവർ സ്ഥാപിക്കുക, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതാപിതാക്കൾ കാഫിറാണ്. വാപ്പുള്ളാക്കിയ വാപ്പാനെ കാഫിറാക്കിയുള്ള വേദന ഉണ്ടാവുകയുള്ളൂ. വാപ്പുണ്ടെങ്കിൽ വാപ്പാനെയും മാനെയും കാഫിറാക്കിയ വേദന കുറച്ചുണ്ടാവും. പക്ഷേ ഇവര് ഇത്രയധികം ആളുകളെ കാഫിർ മുശ്രിക്കും അമുസ്ലിമാക്കാൻ വേണ്ടി എത്ര കോടി പൈസയാണ്, എത്ര നുണച്ചാക്കുകളാണ് അവർ ഇവിടെ ചെലവഴിച്ചു എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. ഇത് തികച്ചും ഇസ്ലാമിന്റെ ശത്രുക്കൾ ഗൂഢമായി പ്രവർത്തിക്കുന്ന ചില കുതന്ത്രങ്ങളാണ് എന്ന് നാം മനസ്സിലാക്കാൻ മറക്കരുത്. നിങ്ങൾ ചിന്തിക്കണം. ഇതിനു വേണ്ടി അവർ ചെലവഴിക്കുന്ന വലിയ ഒരു ഭാഗം ധാരാളം സീഡികൾ വെറുതെ സമുദായത്തിൽ വിതരണം ചെയ്ത് ധാരാളം സീഡികളിൽ കൂടിയാണ് അവർ ഈ ജനങ്ങളെ ഈ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളെ മുശ്രിക്കാക്കി ചിത്രീകരിക്കുന്നതും അവതരിപ്പിക്കുന്നതും ഈ സീഡി മുഖേനയാണ്. അപ്പോൾ ആ സീഡി മുഖേന തന്നെ വാസ്തവത്തിൽ അതിനെ പ്രചരിക്കുക എന്നുള്ളത് ഈ ഇസ്ലാമിനെ സ്നേഹിക്കുന്ന, ഇസ്ലാമിനെ നേതാക്കളെ സ്നേഹിക്കുന്ന, മുസ്ലിങ്ങളുടെ പുരോഗതിയിൽ ആഗ്രഹമുള്ള, ആശിക്കുന്ന സർവ മുസ്ലിങ്ങളുടെയും ഒരു കടമയാണ്, ഒരു ബാധ്യതയാണ് എന്ന നിലക്കാണ് നാമും തന്നെ ആ സീഡിയിൽ കൂടി ഇത്തരം ദുഷ്പ്രചരണങ്ങളെ തടയുന്നതും തടുക്കുന്നതും. അത് നമ്മുടെ കടമയാണ്. വളരെ നിസ്സാരമായ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് മുസ്ലിങ്ങൾ അവർ ഭിന്നിപ്പിക്കുണ്ടാക്കുന്നത്. തൗഹീദ് ശിർക്ക്, പ്രധാനപ്പെട്ട വിഷയം തൗഹീദ് ശിർക്ക് എന്ന വിഷയമാണ്. വാസ്തവത്തിൽ ഈ രണ്ട് അറബി പദം മനസ്സിലാക്കാൻ ഒരു പ്രയാസമല്ല. ഇവര് മുജാഹിദുകൾ ലോകത്ത് വന്നത് മുതൽ ഇന്നേ വരെ ഈ തൗഹീദും ശിർക്കും അത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒന്നാണോ തൗഹീദ് എന്ന് പറഞ്ഞാൽ? എത്ര പറഞ്ഞാലും ഗ്രഹിക്കാൻ കഴിയാത്ത ഒന്നാണോ ശിർക്ക് എന്ന് പറഞ്ഞാൽ? നിങ്ങൾ ചിന്തിക്കണം. തൗഹീദ് എന്ന് പറഞ്ഞാൽ ഈ ഏകദൈവ വിശ്വാസം, ആ വിശ്വാസത്തിൽ അധിഷ്ഠിതമായ പ്രവർത്തനം, ഇതല്ല തൗഹീദ് എന്ന് പറഞ്ഞാൽ. ഏകദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന് ഇത്ര അർത്ഥം മനസ്സിലാക്കാണ്ട്. ഏകദൈവ വിശ്വാസവും അതനുസരിച്ച് അത് ഉൾക്കൊള്ളുന്ന പ്രവർത്തനവും അതാ തൗഹീദ് എന്ന് പറഞ്ഞാൽ. ശിർക്ക് എന്ന് പറഞ്ഞാൽ ബഹുദൈവ വിശ്വാസവും ആ ബഹുദൈവ വിശ്വാസം ഉൾക്കൊള്ളുന്ന പ്രവർത്തനങ്ങളും ഇതാണ്. അപ്പൊ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ദൈവങ്ങളുണ്ട്, ആ ദൈവങ്ങൾ, ആ ഒന്നിലധികം ദൈവങ്ങളുണ്ട് എന്ന നിലക്ക് ആ വിശ്വാസവും ആ വിശ്വാസം ഉൾക്കൊള്ളുന്ന പ്രവൃത്തിയുമാണ് ശിർക്ക്. ബഹുദൈവ വിശ്വാസം, ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ ശിർക്ക് അഥവാ ബഹുദൈവ വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ വിവക്ഷ ഒന്നിലധികം ദൈവങ്ങൾ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് അത് ആ വിശ്വാസത്തോടു കൂടെയുള്ള പ്രവർത്തനങ്ങൾ, അതാണ് ഇപ്പോൾ വാസ്തവത്തിൽ ശരിക്കും തന്നെ. അത് മനസ്സിലാക്കാൻ എന്ത് പ്രയാസമുള്ളത്? ഏത് കുട്ടികൾക്കും ഒരു ദൈവമേ ഉള്ളൂ, അല്ലെങ്കിൽ ഒന്നിലധികം ദൈവമുണ്ട്, ഒരു ദൈവമേ ഉള്ളൂ എന്ന വിശ്വാസം, അതാണ് തൗഹീദ്. ദൈവത്തെ ഏകനാക്കുക. ശിർക്ക് എന്ന് പറഞ്ഞാൽ ഒന്നിലധികം ദൈവങ്ങളുണ്ട്, അതാ ദൈവം ഒന്നിലധികം ഉണ്ട് എന്ന് വിശ്വസിക്കുക, ഇതാണ് ശിർക്ക് എന്ന് പറഞ്ഞാൽ. ഇത് ഏതൊരാൾക്കും വളരെ വേഗത്തിൽ മനസ്സിലാക്കുന്ന കാര്യമാണ്. ഉദാഹരണമായി മുസ്ലിങ്ങളല്ലാത്ത ഈ ഭാഗം, ഉദാഹരണമായി ക്രിസ്ത്യാനികൾക്ക് ഒരു ദൈവമല്ല, അവർക്ക് 3 ദൈവമുണ്ട്. പിതാവുണ്ട്, പുത്രനുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ഇങ്ങനെ 3 ദൈവങ്ങളുണ്ട്. മുസ്ലിങ്ങൾക്ക് അങ്ങനെ 3 ദൈവങ്ങളില്ല. മുസ്ലിങ്ങൾ പറയുന്ന അള്ളാഹുണ്ട്, മലക്കുകളുമുണ്ട്,
പ്രവാചകന്മാരുമുണ്ട്. അള്ളാഹുവിന്റെ മലക്കുകൾ അത് കുറെ അഭൗതികമായ അസാധാരണമായ കഴിവുള്ള ഒരു വിഭാഗം ആളുകളാണ്. പക്ഷെ അവർ അള്ളാഹു അല്ല. അതുപോലെ തന്നെ അമ്പിയാക്കളുണ്ട്, ഔലിയാക്കളുണ്ട്. അതും അള്ളാഹുവിന്റെ പ്രത്യേക വിഭാഗം ആളുകളാണ്. അവർക്ക് അള്ളാഹു തആല പ്രത്യേക കഴിവുകൾ നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ ദൈവങ്ങളല്ല. അപ്പൊ അമ്പിയാക്കളിലും മലക്കുകളിലുമുള്ള വിശ്വാസം ഒന്നിലധികം ദൈവങ്ങളിലുള്ള വിശ്വാസമല്ല. നിങ്ങൾ ചിന്തിക്കണം, ഈസാ നബി അലൈഹി ഇസ്ലാമിനെ സംബന്ധിച്ച് നമ്മുടെ വിശ്വാസം, മുസ്ലിങ്ങളെ വിശ്വാസം, അദ്ദേഹം ലോകാവസാനം അയാൾ ഇറങ്ങി വരുമെന്നും അങ്ങനെ ഇറങ്ങി വന്നുകൊണ്ട് അദ്ദേഹം ഇസ്ലാമിലേക്ക് ആളുകളെ ക്ഷണിക്കുമെന്നും അങ്ങനെ പലതും നാം വിശ്വസിക്കുന്നു. 2000 കൊല്ലം അദ്ദേഹം ഒരു ഭക്ഷണവുമില്ലാതെ യാതൊന്നുമില്ലാതെ അദ്ദേഹം ഇപ്പോഴും ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹം ആകാശത്തിലേക്ക് കയറിപ്പോയത് ഒരു അസാധാരണ മാർഗത്തിൽ കൂടിയാണ്. അദ്ദേഹം ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരുന്നത് അസാധാരണ മാർഗത്തോടു കൂടെയാണ്. അദ്ദേഹം ഇവിടെ ജീവിച്ചിരുന്ന കാലത്ത് മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു, പ്രസവ കുരുടന്മാർക്ക് രോഗം സുഖപ്പെടുത്തിയിരുന്നു. ഇങ്ങനെ വലിയ അത്ഭുതങ്ങൾ കാണിച്ച ഒരാളാണ് ഈസാ നബി എന്ന് വിശ്വസിച്ചാലും ഈസാ നബിനെ ഇപ്പോൾ ദൈവമാണെന്ന് മുസ്ലിങ്ങൾക്ക് വിശ്വാസമില്ല. നേരെ മറിച്ച് ഈസാ നബി അള്ളാഹുവിന്റെ ഒരു പുത്രനാണ് എന്നുള്ള വിശ്വാസം വന്നാൽ ഈസാ നബിയെ പ്രവാചകനെ ദൈവമാക്കി. അപ്പോൾ ഈസാ നബി വലിയ മുഅ്ജിസത്തുള്ള ആളാണ്. ആകാശത്തിലേക്ക് നേരിട്ട് അങ്ങ് കയറി പോകും, ആകാശത്തിലേക്ക് നേരിട്ട് ഇറങ്ങി വരും, ആകാശത്തിൽ നിന്ന് ഇറങ്ങി വരും. അദ്ദേഹം ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ 2000 കൊല്ലം ജീവിച്ചു എന്നൊക്കെ ഈസാ നബിയെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിച്ചിട്ട്, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു, അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് പ്രസവ കുരുടന്മാരുടെ രോഗം സുഖപ്പെടുത്തിയിരുന്നു. അങ്ങനത്തെ വലിയ കഴിവുള്ള ഒരാളാണ് ഈസാ നബി എന്ന് വിശ്വസിച്ചാലും ഇപ്പോഴും ദൈവമാണെന്ന വിശ്വാസം വരുന്നില്ല. നേരെ മറിച്ച് മുഅ്ജിസത്തുള്ള പ്രവാചകനാണ് എന്ന വിശ്വാസമേ വരുന്നുള്ളൂ. അപ്പോൾ അമ്പിയാക്കൾക്ക് അസാധാരണ കഴിവുകളുണ്ട്. ആ അസാധാരണ കഴിവുകൾ അവർ പ്രകടിപ്പിക്കും, അങ്ങനെ മുഅ്ജിസത്തുകൾ കാണിക്കും എന്നൊന്ന് വിശ്വസിച്ചാൽ ദൈവമാണ് എന്നുള്ള വിശ്വാസമായിട്ടില്ല. നേരെ മറിച്ച് ഈസാ നബി അലൈഹി ഇസ്ലാം അള്ളാഹുവിന്റെ മകനാണ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ബഹുദൈവ വിശ്വാസമായി, ഈസാ നബിയെ ദൈവമാക്കലായി. ഞാൻ പറയുന്നത് ചുരുക്കത്തിൽ ദൈവമാണെന്നുള്ള വീക്ഷണവും പ്രവാചകനാണെന്ന വീക്ഷണവും മലക്കാണെന്ന വീക്ഷണവും അതൊക്കെ വേറെയാണ്. നാം തവസ്സുൽ ചെയ്യുന്നുവെങ്കിൽ, നാം ഈ അമ്പിയാക്കളോടും ഔലിയാക്കളോടും അവർ മരണപ്പെട്ടതിന്റെ ശേഷം അവരുടെ ആത്മാക്കളോട് നാം സഹായത്തെ തേടുന്നുവെങ്കിൽ അവർ പ്രവാചകരാണ് എന്ന വീക്ഷണത്തിലാണ്. നേരെ മറിച്ച് അവർ ദൈവങ്ങളാണ് എന്ന വീക്ഷണത്തിലല്ല, ദൈവത്തിന്റെ മക്കളാണ് എന്ന വീക്ഷണത്തിലുമല്ല. ദൈവത്തിന്റെ മക്കളാണ് എന്നുള്ള വീക്ഷണപ്രകാരമായാൽ അത് ശരിക്കാകും. ആ വീക്ഷണം നമുക്കില്ല. അള്ളാഹുവിന്റെ അടിമയാണ്, അള്ളാഹുവിന്റെ പ്രവാചകനാണ്. അള്ളാഹു ഉദ്ദേശിക്കാതെ അദ്ദേഹത്തിന് യാതൊന്നും ചെയ്യാൻ സാധ്യമല്ല. അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ എന്ന വിശ്വാസപ്രകാരമാണ് നാം ഈസാ നബിനെ കുറിച്ചുള്ള വിശ്വാസമെങ്കിൽ അത് ഈസാ നബിനെ ദൈവമാക്കലല്ല, അത് തന്നെ ദൈവമാക്കലാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള ബഹുഭൂരിപക്ഷം ആളുകളെയും ഈ വിഭാഗം മുശ്രിക്കാക്കുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. തൗഹീദും ശിർക്കും മുസ്ലിം സമുദായത്തിൽ ഏറെ ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. എന്താണ് തൗഹീദ്, എന്താണ് ശിർക്ക്? പ്രപഞ്ചത്തിന്റെ കേന്ദ്ര ബിന്ദുവായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അവനാണ് സൃഷ്ടാവ്. അവന് മാത്രമാണ് എല്ലാ ആരാധനകളും നാം നിർവഹിക്കേണ്ടത്. അവന്റെ കൽപ്പനകൾക്ക് വിധേയരായി അവന് വഴിപ്പെട്ട് പൂർണ്ണമായി നമ്മുടെ എല്ലാം അവനിൽ അർപ്പിച്ചുകൊണ്ടുള്ള ജീവിതത്തിനാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ആരാധനകളും സമർപ്പണങ്ങളും കർമ്മങ്ങളും അനുഷ്ഠിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ഉണ്ടാകേണ്ടത് ഈമാനാണ്. ഈമാൻ തന്നെയാണ് തൗഹീദ്. അല്ലാഹു ഏകനാണ്,
അവൻ മറ്റാരെയും ആശ്രയിക്കുന്നില്ല. എല്ലാം അവൻ സൃഷ്ടിക്കുന്നു, അവൻ എല്ലാം നിയന്ത്രിക്കുന്നു, എല്ലാം കാണുന്നു, എല്ലാം കേൾക്കുന്നു. എന്നാൽ അള്ളാഹുവിന്റെ ഏതൊരു പ്രവർത്തനവും മധ്യവർത്തികളിലൂടെയാണ് എന്നത് ഖുർആനും സുന്നത്തും നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. മധ്യവർത്തിയില്ലാതെ അള്ളാഹുവിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. തൗഹീദിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം തന്നെ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതോടൊപ്പം ചേർത്തി പറയുന്ന, വിശ്വസിക്കുന്ന അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ഭാഗമാണ്. അള്ളാഹുവിന്റെ പ്രവാചകനായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് തൗഹീദിൽ എന്താണ് പങ്കാളിത്തം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിന്റെയും മനുഷ്യരുടെയും ഇടയിലുള്ള മധ്യവർത്തിയാണ്. ആ മധ്യവർത്തിയെ സ്നേഹിക്കുന്നത്, ബഹുമാനിക്കുന്നത്, അവരുമായി ബന്ധപ്പെടുന്നത് തൗഹീദിന് എതിരാണോ അല്ലേ? ഇതാണ് ഈ വിഷയത്തിൽ സാധാരണക്കാരായ ആളുകൾ കണിശമായി മനസ്സിലാക്കേണ്ടത്. ആ ഒരു പോയിന്റ് മനസ്സിലായാൽ തൗഹീദും ശിർക്കും വേർതിരിയുന്നു. ആ ഒരു ഭാഗത്ത് പതറിപ്പോയാൽ, വ്യക്തമായി മനസ്സിലാക്കാതെ നാം അവിടെ കുഴയുന്നുവെങ്കിൽ തൗഹീദും ശിർക്കും വേർതിരിയുകയില്ല. തൗഹീദ് ശിർക്ക് സംബന്ധമായി ധാരാളം പഠന ക്ലാസുകൾ, പ്രസംഗങ്ങൾ, ക്ലിപ്പുകൾ, സിഡികൾ പലതും പുറത്തിറങ്ങുന്ന ഇക്കാലത്ത് സാധാരണക്കാർക്ക് വളരെ ലളിതമായി ഈ വിഷയത്തിന്റെ നാനാവശങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കുന്നതിന് മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ മുദരിസും പണ്ഡിതനും ആയ അബ്ദുൽ അസീസ് സഖാഫി വെള്ളയൂർ ഒരു CD തയ്യാറാക്കി ജനങ്ങൾക്ക് നൽകുകയാണ്. അത് ശ്രദ്ധാപൂർവം കേൾക്കുകയും വസ്തുതകൾ മനസ്സിലാക്കി നല്ലത്, സത്യമായത് പൂർണ്ണമായി സ്വീകരിച്ച് അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. വളരെ ഗഹനമായി ധാരാളം പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ ചർച്ച ചെയ്ത വിഷയമായതുകൊണ്ട് എത്ര ലളിതമായി അവതരിപ്പിക്കുമ്പോഴും ചില സാങ്കേതിക പദങ്ങൾ ഇടയ്ക്ക് കടന്നു വരും. എങ്കിലും എല്ലാവർക്കും ഇത് ഉപകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും എൻ്റെ വാക്കുകൾ നിർത്തുന്നു. അള്ളാഹു നമ്മെ യഥാർത്ഥ മുവഹിദുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام على خاتم النبيين وعلى سائر الأنبياء والمرسلين وآل كل والصحابة أجمعين، أما بعد. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وما أرسلنا من قبلك من رسول إلا نوحي إليه أنه لا إله إلا أنا فاعبدون. وقالوا اتخذ الرحمن ولدا سبحانه والعباد المكرمون لا يسبقونه بالقول وهم بأمره يعملون. يعلم ما بين أيديهم وما خلفهم ولا يشفعون إلا لمن ارتضى وهم من خشيته مشفقون. صدق الله مولانا العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. قال النبي صلى الله عليه وسلم:
يكون في آخر الزمان دجالون كذابون يأتونكم من الأحاديث بما لم تسمعوا أنتم ولا آباؤكم فإياكم وإياهم لا يضلونكم ولا يفتنونكم يا سيدي يا رسول الله خذ بيدي ما لي سواك ولا ألوي على أحد يا من يقوم مقام الحمد منفردا للواحد الفرد لم يولد ولم يلد. ഏറ്റവും സ്നേഹം നിറഞ്ഞ പണ്ഡിതന്മാരെ, സുന്നത്ത് ജമാഅത്തിന്റെ കർമ്മധീരരായ പ്രവർത്തകരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ പഠന ക്ലാസ് അവൻ പൊരുത്തപ്പെടുന്ന ഒരു സ്വാലിഹായ അമലായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, ഉസ്താദുമാർ, മറ്റു സഹോദര സഹോദരിമാർ, പ്രസ്ഥാന ബന്ധുക്കൾ എല്ലാവരുടെയും ഖബറുകൾ അല്ലാഹു സന്തോഷത്തിലാക്കുമാറാകട്ടെ. അവരെയും നമ്മെയും അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളോടൊന്നിച്ച് അല്ലാഹു അവന്റെ സുഖലോക സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. തൗഹീദ്, ശിർക്ക്, മക്ക മുശ്രിക്കുകളുടെ വിശ്വാസം തുടങ്ങി വളരെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളാണ് നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ ഇസ്ലാം പ്രബോധനം ചെയ്യുന്നതിനായി 1,24,000 അല്ലെങ്കിൽ 2,24,000 പ്രവാചകന്മാരെ ഈ ലോകത്തിലേക്ക് നിയോഗിച്ചിട്ടുണ്ട്. അവരെല്ലാവരും വന്ന് ജനങ്ങളെ പഠിപ്പിച്ച ആശയത്തിൽ വച്ച് ഏറ്റവും പ്രധാനപ്പെട്ടത് തൗഹീദ് അഥവാ ഏകദൈവ വിശ്വാസം ആയിരുന്നു. ഇക്കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തിയതായി കാണാം. വമാ അർസൽനാ മിൻ ഖബ്ലിക മിൻ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅ്ബുദൂൻ. ഞാനല്ലാതെ യാതൊരു ആരാധ്യനും ഇല്ല, അതിനാൽ എന്നെ നിങ്ങൾ ആരാധിക്കൂ എന്ന് ബോധനം നൽകിക്കൊണ്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരു പ്രവാചകനെയും നാം നിയോഗിച്ചിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ വളരെ വ്യക്തമായി അല്ലാഹു പ്രഖ്യാപിച്ചത് കാണാം. ഹദീസുകളിലേക്ക് കടന്നു ചെന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അഫ്ളലു മാ ഖുൽതു അന വൻ നബിയ്യൂന മിൻ ഖബ്ലി ഖൗലു ലാ ഇലാഹ ഇല്ലല്ലാഹ്. അല്ലാഹു അല്ലാതെ ആരാധ്യനില്ല എന്ന തൗഹീദിന്റെ കെലിമത്ത് ആണ് ഞാനും എനിക്ക് മുമ്പ് കഴിഞ്ഞുപോയ പ്രവാചകന്മാരും പ്രഖ്യാപിച്ചതിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായത്. എന്നാൽ ഈ തൗഹീദിന്റെ സന്ദേശവുമായി പ്രവാചകന്മാർ ജനങ്ങളെ സമീപിക്കുന്ന സമയത്ത് പല വിധത്തിലായിരുന്നു ജനങ്ങളുടെ പ്രതികരണം. ചിലർ പറഞ്ഞത് ഈ ആയത്തിന്റെ തുടർന്ന് അല്ലാഹു പറയുന്നു, വഖാലു ഇത്തഖദർ റഹ്മാനു വലദൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനത്തെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന് മക്കൾ ഉണ്ട്. അല്ലാഹു പറയുന്നു സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധൻ. ബൽ ഇബാദുൻ മുക്രമൂൻ, മലക്കുകൾ ഒരിക്കലും അല്ലാഹുവിന്റെ സന്താനങ്ങളല്ല.
മറിച്ച് ആദരണീയരായ അടിമകൾ മാത്രമാണ്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, അല്ലാഹുവിനെ മറികടന്ന് ഒന്നും അവർ സംസാരിക്കുകയില്ല. വഹും ബി അംരിഹി യഅ്മലൂൻ, അല്ലാഹുവിന്റെ കൽപ്പന അക്ഷരത്തിലും അർത്ഥത്തിലും അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവർ മാത്രമാണ് മലക്കുകൾ. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ മുമ്പിലുള്ള കാര്യങ്ങളും വരാൻ പോകുന്ന കാര്യങ്ങളുമെല്ലാം വ്യക്തമായി അറിയുന്നവനാണ് അല്ലാഹു. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതളാ, അല്ലാഹു തൃപ്തിപ്പെടുന്ന ആളുകൾക്ക് വേണ്ടി മാത്രമേ അവർ ശുപാർശ പറയുകയുള്ളൂ. വഹും മിൻ ഖശിയതിഹി മുസ്ഫിഖൂൻ, അവനെ പറ്റിയുള്ള ഭയത്താൽ അവർ നടുങ്ങുന്നവരാകുന്നു എന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല വളരെ വ്യക്തമായി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിനെ മാത്രം നിങ്ങൾ ആരാധിക്കണമെന്ന സന്ദേശവുമായി പ്രവാചകന്മാർ വന്നപ്പോൾ അവർ ഉന്നയിച്ചിരുന്ന ഒരു വാദമാണ് അല്ലാഹുവിന് മക്കൾ ഉണ്ട്, അതുകൊണ്ട് അല്ലാഹുവിനെ ആരാധിക്കുന്നത് പോലെ ആ മക്കൾക്കും ആരാധിച്ചേ പറ്റൂ എന്ന ഒരു ചിന്താഗതിയിലായിരുന്നു പല പ്രവാചകന്മാരുടെയും സമുദായം ഉണ്ടായിരുന്നത്. എന്നാൽ അന്ത്യപ്രവാചകരായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സമുദായവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനത്തിന് വേണ്ടി വന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളും ഈ പറഞ്ഞ ആശയത്തിൽ നിന്ന് ഒരിക്കലും വ്യത്യസ്തമായിരുന്നില്ല. അതാണ് വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓർമ്മപ്പെടുത്തുന്നത്, വയുൻദിറല്ലദീന ഖാലു ഇത്തഖദല്ലാഹു വലദ, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്താനങ്ങളെ ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയുമാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത്. അങ്ങനെ പറയുന്ന ആളുകൾ മാലഹും ബിഹി ബിൻ ഇൽമിൻ, അവർക്കോ വലാലി ആബാഇഹിം, അവരുടെ പൂർവികരായിരിക്കുന്ന പിതാക്കന്മാർക്കോ യാതൊരു വിജ്ഞാനവും അതിനെ പറ്റിയില്ല. കബുറത്ത് കലിമത്തൻ തഖ്റുജു മിൻ അഫ്വാഇഹിം ഇൻ യഖൂലൂന ഇല്ലാ കദിബ, അവരുടെ വായിൽ നിന്ന് പുറത്തു വരുന്ന ആ വാക്ക് വളരെ ഗുരുതരമായ വാക്കാകുന്നു. ഇൻ യഖൂലൂന ഇല്ലാ കദിബ, കള്ളമല്ലാതെ അവർ പറയുന്നില്ല എന്ന് പറയുന്ന ആളുകൾക്ക് മുന്നറിയിപ്പ് നൽകാൻ വേണ്ടിയാണ് വിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചത് എന്ന് വിശുദ്ധ ഖുർആനിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ലോകത്തുള്ള ജനങ്ങൾ വ്യത്യസ്ത വിശ്വാസങ്ങളും അതുപോലെ തന്നെ ധാരണകളും ഉള്ളവരായിരുന്നു. ഈ ലോകത്തിന് ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നത് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ഒരു സത്യമാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ തന്നെ കാണാം, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് തങ്ങൾ ആ മക്കത്തുള്ള മുശ്രിക്കുകളോട് ചോദിക്കുകയാണെങ്കിൽ ലയഖൂലുന്നല്ലാഹ്, അല്ലാഹു ആണെന്ന് അവർ മറുപടി പറയും. എന്തുകൊണ്ട്? അതല്ലാത്ത ഒരു മറുപടിയും അവിടെ പൂരിപ്പിക്കാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് സാധ്യമല്ല. കാരണം ഇവർ ആരാധിക്കുന്ന പല ദൈവങ്ങളുമുണ്ട്. ലാത്തയാകട്ടെ, ഉസ്സയാകട്ടെ, മനാത്തയാകട്ടെ, ഏതായാലും അതൊക്കെ അവർ ഇന്നലെയോ മിനിയാന്നോ അല്ലെങ്കിൽ ദിവസങ്ങൾക്ക് മുമ്പ് അവർ തന്നെ കൊത്തിയുണ്ടാക്കി വച്ച ചില വസ്തുക്കളാണ്. അപ്പോൾ ഇവർ തന്നെ ഉണ്ടാക്കിയ ഈ വസ്തുവാണ് എന്നെയും ഈ ലോകത്തെയും പടച്ചത് എന്ന് പറയാൻ ബുദ്ധിയുള്ള ഒരാൾക്ക് സാധിക്കുകയില്ല. അതുകൊണ്ടാണ് മക്കാ മുശ്രിക്കുകളും അല്ലാത്ത മുശ്രിക്കുകളും ഒക്കെ ലോകത്തിന്റെ സൃഷ്ടാവ് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു ആയിരുന്നു എന്നായിരുന്നു അവരുടെ മറുപടി. എന്നാൽ ഇതുകൊണ്ട് അവർ അല്ലാഹുവിൽ വിശ്വസിച്ചവരായിരുന്നു എന്ന് അതിൽ നിന്ന് വായിച്ചെടുക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. പക്ഷേ അതാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആശയത്തെയും അമ്പിയാക്കളുടെയും ഔലിയാക്കളുടെയും ചര്യയാണെന്ന് പണ്ഡിതന്മാർ പഠിപ്പിച്ച മഹാന്മാരായിരിക്കുന്ന ആളുകളോട് സഹായം തേടുന്നതിനെയും അവരെ ഇടനിർത്തി അല്ലാഹുവിനോട് പ്രാർത്ഥിക്കുന്നതിനെയും ഒക്കെ ബഹുദൈവാരാധനയും ശിർക്കിന്റെ ഭാഗവുമായി അംഗീകരിക്കുന്ന ആളുകൾ
അവതരിപ്പിക്കുകയും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയും ചെയ്യുന്നത് ഈ വിഷയത്തിലാണ്. അതുകൊണ്ട് അവർ തന്നെ ആ വിഷയം അവതരിപ്പിക്കുന്നത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ടാണ് അറബികൾ അവിടെ നിലകൊണ്ടിരുന്നത്. ഇബ്രാഹിം നബിയുടെ പാരമ്പര്യം അവകാശപ്പെട്ടുകൊണ്ട് നിലകൊണ്ടിരുന്ന അറബികൾ, ആ അറബികളെ സംബന്ധിച്ചിടത്തോളം അവർ വിഗ്രഹത്തെ ആരാധിക്കുന്നവരായിരുന്നു, വിഗ്രഹത്തെ പൂജിക്കുന്നവരായിരുന്നു. വിഗ്രഹത്തെ ആരാധിക്കുകയും വിഗ്രഹത്തെ പൂജിക്കുകയും ഒക്കെ ചെയ്ത സമയത്ത് തന്നെ അള്ളാഹുവിനെ അംഗീകരിച്ചവരായിരുന്നു വന്നത് വളരെ വ്യക്തമായി ഖുർആൻ എനിക്കും നിങ്ങൾക്കും പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. വിശുദ്ധ ഖുർആനിൽ അനവധി സ്ഥലങ്ങളിൽ തൽസംബന്ധമായി പടച്ചതമ്പുരാൻ വിശദീകരിക്കുന്നുണ്ട്. അള്ളാഹുവിന് പുറമെ ആരാധ്യ വസ്തുക്കളെ സ്വീകരിക്കുകയും വിഗ്രഹങ്ങളോട് പ്രാർത്ഥിക്കുകയും അതുപോലെ തന്നെ അവർക്ക് നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും ഒക്കെ ചെയ്ത ആളുകളുടെ വിശ്വാസത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി വിശദീകരിച്ചത് നമുക്ക് കാണാം. നബിയെ കുല്ലിമനിൽ അർദു വമൻ ഫീഹാ ഇൻ കുന്തും തഅലമൂൻ സയഖൂലൂന ലില്ലാഹ്. അള്ളാഹുവിന് പുറമെ വ്യക്തികളെ ശക്തികളെ പൂജിക്കുന്ന ആളുകൾ, അവരോട് നബിയെ തങ്ങൾ ചോദിച്ചാൽ ലിമനിൽ അർദു വമൻ ഫീഹാ, ഈ ഭൂമിയും അതിലുള്ളതെല്ലാം ആർക്കുള്ളതാണ് എന്ന് ചോദിച്ചാൽ ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾ വിവരമുള്ളവരാണെങ്കിൽ മറുപടി പറയൂ എന്ന് അവരോട് ചോദിച്ചാൽ സയഖൂലൂന ലില്ലാഹ്, അവർ നൽകുന്ന മറുപടി അള്ളാഹുവിനുള്ളതാണ് ആകാശം, അള്ളാഹുവിനുള്ളതാണ് ഭൂമിയും ആ ഭൂമിയിലുള്ള മുഴുവനും എന്നവർ സമ്മതിക്കും. അപ്പോൾ നിങ്ങൾ കേട്ടത് മഞ്ചേശ്വരത്ത് വെച്ച് നടന്ന വാദപ്രതിവാദത്തിൽ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് അനസ് മൗലവി എന്ന് പറയുന്ന മൗലവി പ്രസംഗിച്ച പ്രസംഗമാണ് നിങ്ങൾ കേട്ടത്. ഈ പ്രസംഗത്തിൽ പറഞ്ഞതിൻ്റെ ആകത്തുക മക്കാ മുശ്രിക്കുകൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു. അതിനെന്താണ് തെളിവ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചതാരാണ് എന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് അവർ മറുപടി പറയും. അതുകൊണ്ട് അവർക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ടായിരുന്നു എന്നാണ് ആ പ്രസംഗത്തിന്റെ ആകത്തുക. എന്നാൽ അവരങ്ങനെ മറുപടി പറയാൻ എന്താണ് കാരണം? അത് മഹാന്മാരായ പണ്ഡിതന്മാർ അവർ ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഇമാം ബൈളാവി റഹ്മഹുല്ല പറയുന്നു, വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്. ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അല്ലാഹു ആണെന്നവർ മറുപടി പറയും. എന്തുകൊണ്ടാണ് പറയുന്നത്? ലിവുളൂഹി ദലീലിൽ മാനിഇ മിൻ ഇസ്നാദിൽ ഖൽഖി ഇലാ ഗൈരിഹി. സൃഷ്ടികർമ്മം അല്ലാഹു അല്ലാത്ത മറ്റൊരാളാക്കി ചേർത്തിപ്പറയാൻ ഉള്ള തടസ്സം നിൽക്കുന്ന തെളിവ് പ്രമാണം വ്യക്തമായത് കൊണ്ടാണ് അവരത് പറയുന്നത്. അത് തുറന്നു പറയാൻ അവർ നിർബന്ധിതരായി തീർന്നു. അതുകൊണ്ടാണ് അവരങ്ങനെ പറയുന്നത്. കാരണം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ വിഗ്രഹമാണെന്നോ ആ വിഗ്രഹത്തിന്റെ പ്രതിരൂപമാണെന്നോ പറയാൻ അവർക്ക് ഒരു ബുദ്ധിയുള്ള ആളുടെ മുന്നിൽ അവതരിപ്പിക്കാൻ പറ്റിയ ആശയമല്ല. അതുകൊണ്ട് അതല്ലാത്ത മറ്റൊരു മറുപടി ഇല്ലാത്തത് കൊണ്ടാണ് അവരിങ്ങനെ പറയുന്നത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, കുലിൽ ഹംദുലില്ലാഹ്, നബിയെ തങ്ങൾ പറയുക അൽഹംദുലില്ലാ, സത്യം ഇപ്പോഴെങ്കിലും ഒന്ന് തുറന്നു പറഞ്ഞല്ലോ, അതിന് അള്ളാഹുവിന്റെ സർവസ്തുതി, തങ്ങൾ അള്ളാഹുവിനെ സ്തുതിക്കണം. അലാ ഇൽസാമിഹിം, അവർ നിർബന്ധിതരായി പോയി, വഇൽജാഇഹിം ഇലൽ ഇഅ്തിറാഫി, സമ്മതിക്കാൻ അവർ നിർബന്ധിതരായി പോയി, ബിമാ യൂജിബു ബുത്ലാന മുഅ്തഖദിഹിം, അവരുടെ വിശ്വാസത്തെ മുഴുവനും പൊളിച്ചു കളയുന്ന ഒരാശയം ഈ ചോദ്യത്തിന്റെ മറുപടിയായിട്ടെങ്കിലും പറയാൻ അവർ നിർബന്ധിതരായി പോയല്ലോ. അങ്ങനെ പറഞ്ഞല്ലോ, അതിന് അല്ലാഹുവിനെ സ്തുതി പറയണം എന്ന് മഹാനായ ഇമാം ബൈളാവി റഹ്മഹുല്ല ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ഇത് തന്നെ മറ്റു എല്ലാ തഫ്സീറുകളിലും പറഞ്ഞത് കാണാം, ഞാൻ കൂടുതൽ പറയുന്നില്ല. എന്നാൽ ഈ വലയിൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ്, ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ അള്ളാഹു ആണെന്ന് മറുപടി പറയുന്നത് ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലോ അവർക്കത് ബോധ്യപ്പെട്ടതിന്റെ പേരിലോ ആണോ? ഒരിക്കലും അല്ല. അത് മഹാനായ ഇമാം റാസി റഹ്മഹുല്ലാ, വമാ യത്തബിഉ അക്സറുഹും ഇല്ലാ ളന്നൻ ഇന്നൽ ളന്ന ലാ യുഗ്നി മിനൽ ഹഖ് ശൈആ
എന്ന ആയത്ത് വിശദീകരിച്ച് ഇമാം റാസി വളരെ വ്യക്തമായി പറയുന്നു, വമാ യത്തബിയു അക്സറുഹും, അവരിൽ നിന്ന് അധിക പേരും പിൻപറ്റുന്നില്ല, ഇല്ലാ ലന്നൻ, ചില അനുമാനത്തോട്, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് അവരിങ്ങനെ പറയുന്നത്. ഇന്നല്ലന്ന ലാ യൗനി മിനൽ ഹഖ് ശൈആ, അതുപോലുള്ള അനുമാനങ്ങൾ വിശ്വാസപരമായ വിഷയങ്ങളിൽ പറ്റുന്നതല്ല എന്ന് അള്ളാഹു പറഞ്ഞിടത്ത് ഇമാം റാസി എഴുതുന്നു, വമാ യത്തബിഉ അക്സറുഹും, അവരിൽ അധിക പേരും പിൻപറ്റുന്നില്ല, ഫീ ഇഖ്റാരിഹിം ബില്ലാഹി തആല, അല്ലാഹുവിനെ അംഗീകരിക്കുകയും അല്ലാഹുവാണ് ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് എന്ന് പറയുകയും ചെയ്യുന്ന വിഷയത്തിൽ അവർ ലന്നിനോട്, കേട്ടുകേൾവിയോട്, അനുമാനത്തോട് മാത്രമാണ് പിൻപറ്റുന്നത്. കാരണം ലിഅന്നഹു ഖൗലുൻ ഗൈറു മുസ്തനദിൻ ഇലൽ ബുർഹാൻ, ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വിവരമല്ല അത്. ബൽ സമിഉ മിൻ അസ്ലാഫിഹിം, പൂർവികരായിരിക്കുന്ന ആളുകളൊക്കെ പറയാറുണ്ട് ആകാശവും ഭൂമിയും പടച്ചതാര, അത് അള്ളയാണ്, പരമേശ്വരനാണ്, അള്ളയാണ്, എല്ലാവരും പറയുന്നു, ഇപ്പൊ എല്ലാവരും ചൊല്ലുന്നു എന്ന വിഷയത്തിൽ പെട്ടതാണ് എന്നല്ലാതെ ഒരു പ്രമാണത്തിന്റെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടത് കൊണ്ടല്ല അവരങ്ങനെ പറയുന്നത്. ഇതേ ആശയം തന്നെ മഹാനായ ഇമാം റാസി റഹ്മഹുല്ല മറ്റൊരു സ്ഥലത്തും പറയുന്നുണ്ട്, അന്നൽ കുഫാറ വഇൻകാനു യുഖിറൂന ബിഅൽസിനതിഹിം, സത്യനിഷേധികളായിരിക്കുന്ന ആളുകൾ അവരുടെ നാവുകൾ കൊണ്ട് അംഗീകരിക്കുന്നുണ്ടെങ്കിലും ബിഇസ്ബാത്തി ഇലാഹിൽ ആലമി, ലോകത്തിന് ഒരു ഇലാഹുണ്ട് എന്ന് അംഗീകരിക്കാൻ നാവ് കൊണ്ട് അവർ അംഗീകരിക്കുന്നുണ്ടെങ്കിലും ഇല്ല അന്നഹും മാ കാനു യതഫക്കറൂന, അവർ ചിന്തിക്കുന്നവരായിരുന്നില്ല ഫി അൻവാഇദ് ദലായിലി, പ്രമാണങ്ങൾ ചിന്തിച്ച് പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ ബോധ്യപ്പെട്ടത് കൊണ്ടല്ല അവരങ്ങനെ പറയുന്നത് എന്ന് പറഞ്ഞാൽ, ഒരു അഅറാബി ഇസ്ലാം സ്വീകരിച്ച സമയത്ത് ആ അഅറാബിയോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചോദിച്ചു, കൈഫ അറഫ്ത റബ്ബക, നിന്റെ റബ്ബിനെ നീ എങ്ങനെയാണ് മനസ്സിലാക്കിയത്? അതിന് അദ്ദേഹം നൽകിയ മറുപടി, അൽ ബഅറത്തു തദുല്ലു അലൽ ബഈരി വഅസറുൽ അഖദാമി തദുല്ലു അലൽ മശി ഫസമാഉൻ റാത്തു ബുറൂജിൻ വഅർളുൻ റാത്തു ഫിജാജിൻ വബിഹാറുൻ റാത്തു അംബാജിൻ അഫലാ തദുല്ലു അലൽ ലതീഫുൽ ഖബീർ എന്നാണ് അഅറാബി പറഞ്ഞ മറുപടി. എന്താണത്? അൽ ബഅറത്തു തദുല്ലു അലൽ ബഈരി, ഒട്ടകക്കാഷ്ടം കണ്ടാൽ ഒരൊട്ടകമുണ്ട് എന്നതിന് അത് തെളിവാണ്. അതുപോലെ കാൽപ്പാടുകൾ കണ്ടാൽ ഒരാൾ നടന്നിട്ടുണ്ട് എന്നതിന് തെളിവാണ്. എന്നാൽ ധാരാളം രാശികളുള്ള ആകാശവും അതുപോലെ തന്നെ ധാരാളം വഴികളുള്ള ഭൂമിയും അതുപോലെ തന്നെ ധാരാളം തിരമാലകൾ അടിച്ചു വീശുന്ന സമുദ്രവും അഫലാ തദുല്ലു അലൽ ലതീഫുൽ ഖബീർ, ഇതിന്റെ പിന്നിൽ അല്ലാഹു ഉണ്ട് എന്നതിന്, എല്ലാ രഹസ്യവും പരസ്യവും അറിയുന്ന ഒരു രക്ഷിതാവുണ്ട് എന്നതിന് തെളിവല്ലയോ നബിയെ എന്നാണ് ഈ അഅറാബി പറഞ്ഞത്. ഈ അഅറാബിയുടെ വിശ്വാസം തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമാണ്. അതേ സമയത്ത് മക്കാ മുശ്രിക്കുകൾ പറയുന്ന വിശ്വാസം തെളിവിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസമല്ല, കേട്ടുകേൾവിയുടെ അടിസ്ഥാനത്തിലുള്ളതും അതല്ലാത്ത മറ്റൊരു ഉത്തരം അവിടെ ഇല്ലാത്തതിന്റെ പേരിലും പറയുന്നതാണ്. ഇനി അവരോടങ്ങനെ ചോദിച്ചു, അവർ അള്ളയാണെന്ന് മറുപടിയും പറഞ്ഞു. എന്നിട്ട് ആ അള്ളാനെ കുറിച്ച് അവരോടൊന്ന് അന്വേഷിച്ചാലോ? ഇമാം ബുഖാരി ഉദ്ധരിച്ച സ്വഹീഹുൽ ബുഖാരിയിൽ കാണാം, മഹാനായ ഇക്രിമ റളിയല്ലാഹു അൻഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന സ്ഥലത്ത്, വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ, അവരിൽ നിന്ന് അധിക പേരും അള്ളാഹുവിൽ വിശ്വസിക്കുന്നത് ശിർക്ക് ചെയ്തുകൊണ്ടാണ് എന്ന് പറയുന്ന സ്ഥലത്ത്, വലഇൻ സഅൽതഹും മൻ ഖലഖഹും വമൻ ഖലഖസ് സമാവാതി വൽ അർള ലയഖൂലുന്നല്ലാഹ് ഫദാലിക ഈമാനുഹും, അതാണ് അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ ആകാശവും ഭൂമിയും പടച്ചത് ആരാ നോക്കുമ്പോൾ അള്ളേന്ന് പറയാം, ഇതാണ് ഇപ്പൊ അവരെ ഈമാൻ. ഈ പറയുന്നതിനെ കുറിച്ചാണ് വമാ യുഅ്മിനു എന്ന് ആയത്തിൽ പറഞ്ഞത്. എന്നാൽ അങ്ങനെ അള്ളയാണെന്ന് മറുപടി പറഞ്ഞതിന് ശേഷം ഫൈദാസു ഇലുവനില്ല, അല്ല നിങ്ങൾ പറയുന്ന ഈ അള്ളാഹു ആരാണ്? അള്ളാഹുവിനെ കുറിച്ചും വഅൻ സിഫത്തിഹി, അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ചും അവരോട് പറഞ്ഞാലോ, വസഫൂഹു, അള്ളാനെ അവർ പരിചയപ്പെടുത്തുന്നത് ബിഗൈരി സിഫത്തിഹി, അള്ളാഹുവിന് മുസ്ലിങ്ങൾ പറയുന്ന വിശേഷണങ്ങളല്ല ഇവർ അള്ളാഹുവിനെ പരിചയപ്പെടുത്തുന്നത്. വജഅലൂ ലഹു വലദൻ, അത് മക്കളുള്ള ഒരു പടച്ചവനാണ്. മാത്രമല്ല വഅശ്റകൂ ബിഹി, അവർ ശിർക്കുമാണ് ചെയ്യുന്നത്.
അപ്പൊ ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാണെന്ന് ചോദിക്കുമ്പോൾ അല്ലാ എന്ന് പറഞ്ഞ അതേ മുശ്രിക്കിനോട് ആരാണ് ഈ പടച്ചവൻ എന്ന് ചോദിച്ചാൽ നാം അള്ളാഹുവിനെ മനസ്സിലാക്കിയ വിശേഷണങ്ങളല്ല ഇവർ പറയുന്നത്. മാത്രമല്ല അവർ പറയുന്നത് അള്ളാഹുവിന് മക്കൾ ഉണ്ട് എന്നാണ്. എന്ന് മഹാനായ ഇമാം ബുഖാരി ഉദ്ധരിച്ച വമാ യുഅ്മിനു അക്സറുഹും ബില്ലാഹി ഇല്ലാ വഹും മുശ്രികൂൻ എന്ന ആയത്തിന്റെ തഫ്സീർ വിശദീകരിക്കുന്ന സ്ഥലത്ത് ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹ്മഹുല്ലാ ഫത്ഹുൽ ബാരിയിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഇവര് പറയുന്ന അള്ളാഹു കേട്ടുകേൾവിയിൽ എല്ലാവരും പറയുന്നുണ്ട് അള്ളാഹ് അള്ളാഹ് അള്ളാഹ്, അതുകൊണ്ട് കുടുങ്ങുന്ന സമയത്തൊക്കെ അള്ളയാണെന്ന് ഇവർ പറയും. എന്താണ് അതിന് വ്യക്തമായൊരു തെളിവ്? മക്കയിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രബോധനവുമായി വന്ന സമയത്ത് എല്ലാവരും കൂടെ യോഗം ചേർന്നിട്ട് ആമിർ ഇബ്നു തുഫൈൽ എന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിലേക്ക് പറഞ്ഞയച്ചു. എന്തിനാ പറഞ്ഞയച്ചത്? നീ പുതിയ ഒരു മതവുമായി വന്ന് ഇവിടെ ഭിന്നിപ്പുണ്ടാക്കുകയാണ്. അതുകൊണ്ട് നിന്റെ ലക്ഷ്യം നേതാവാകലാണോ നിന്റെ ലക്ഷ്യം? എങ്കിൽ നിന്നെ ഞങ്ങൾ നേതാവാക്കും. അതല്ല സമ്പത്താണോ നിന്റെ ലക്ഷ്യം? എന്നാൽ നിനക്ക് വേണ്ട പോലെ സമ്പത്ത് ഞങ്ങൾ തരാം. അതല്ല സുന്ദരിയായ ഒരു പെണ്ണിനെ കല്യാണം കഴിക്കലാണോ ലക്ഷ്യം? എങ്കിൽ ഞങ്ങൾ കഴിച്ചു തരാം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞയച്ചു. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, എന്റെ ലക്ഷ്യം നിങ്ങൾ പറഞ്ഞതൊന്നുമല്ല, ഞാൻ ഏകനായ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുകയും ആ അള്ളാഹുവിന്റെ മതം പ്രബോധനം ചെയ്യാൻ വേണ്ടി വന്നവനും ആണ് എന്ന് മറുപടി പറഞ്ഞപ്പോൾ ഇദ്ദേഹം പോയി മുശ്രിക്കുകളോട് ഈ വിവരം പറഞ്ഞു. രണ്ടാമത് വീണ്ടും പറഞ്ഞയച്ചു. എന്നാൽ അങ്ങനെയാണെങ്കിൽ അവന്റെ ആരാധ്യനെ ഒന്ന് വർണ്ണിച്ചു തരാൻ വേണ്ടി അവനോട് പറയൂ, കുല്ലഹു ബയ്യിൻ ലനാ ജിൻസ മഅബൂദിക, നീ പറയുന്ന ഈ ആരാധ്യൻ, ഏകനായ ആരാധ്യൻ, അതിന്റെ വർഗം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അമ്മിൻ ദഹബിൻ, അത് സ്വർണത്താലുള്ളതാണോ? അതല്ല ഔ ഫില്ലത്തിൻ, അതല്ല വെള്ളിയാലുള്ളതാണോ? ഏതാണ് നീ പറയുന്ന ഈ അള്ളാഹു? അത് വെള്ളിയാൽ ഉണ്ടാക്കിയതാണോ അതല്ല സ്വർണത്താൽ ഉണ്ടാക്കിയതാണോ? ഞങ്ങൾക്കതൊന്ന് വിശദീകരിച്ചതാ എന്ന് പറഞ്ഞ് രണ്ടാമത് ഈ ആമിർ ഇബ്നു തുഫൈൽ എന്ന് പറയുന്ന വ്യക്തിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്തേക്ക് പറഞ്ഞയച്ചപ്പോഴാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ പരിചയപ്പെടുത്തുന്ന, അവന്റെ വിശേഷണങ്ങൾ വിവരിക്കുന്ന സൂറത്തുൽ ഇഖ്ലാസ് അഥവാ ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്ത് അവതരിപ്പിച്ചത് ആ സമയത്താണെന്ന് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ലാ തന്റെ തഫ്സീറിൽ പറഞ്ഞത് കാണാം. അപ്പോൾ ഇവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കി വെച്ചത് ഇവരുടെ ദൈവങ്ങൾ അത് ചിലത് വള്ളി കൊണ്ടുണ്ടാക്കിയതാണ്, മറ്റു ചിലത് സ്വർണം കൊണ്ടുണ്ടാക്കിയതാണ്, മറ്റു ചിലത് മരം കൊണ്ടുണ്ടാക്കിയതാണ്, മറ്റു ചിലത് കല്ലുകൊണ്ടുണ്ടാക്കിയതാണ്. അപ്പൊ ഇതേ സ്വഭാവത്തിലുള്ള ഇതിനേക്കാൾ വലിയ ഒരു സാധനം എന്നേ അവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്നതാണ് ഈ ചോദ്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഈ വന്നതും പറഞ്ഞയച്ചതും ഒക്കെ ഏതാണ്? ആകാശവും ഭൂമിയും സൃഷ്ടിച്ചത് ആരാന്ന് ചോദിച്ചാൽ അള്ളാന്ന് മറുപടി പറയുന്ന കൗമാണ്. ഈ വന്ന ആളും അങ്ങനെ തന്നെയാണ്, പറഞ്ഞയച്ചവരും അങ്ങനെ തന്നെ. അവരാണ് പറയുന്നത് ബയ്യിൻ ലനാ ജിൻസ മഅബൂദിക്, നിന്റെ ആരാധ്യന്റെ ആ വർഗം ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരണം. അത് സ്വർണമാണോ വെള്ളിയാണോ അല്ല പച്ച കോമേതകമാണോ, എന്തിനാൽ നിർമ്മിതമാണത്, അത് ഞങ്ങൾക്കൊന്ന് പറഞ്ഞതാ. കാരണം ഇവർക്ക് പരിചയമുള്ള ദൈവങ്ങളൊക്കെ ആ ജാതിയാണ്. അപ്പൊ അതിനേക്കാൾ വലിയൊരു കാരണവർ എന്നേ ഇവർ അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളൂ എന്ന് ഈ ചോദ്യത്തിൽ നിന്ന് വളരെ വ്യക്തമായി നമുക്ക് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മാ ഖദറുല്ലാഹ ഹഖ്ക ഖദ്രിഹി, അള്ളാഹുവിനെ മനസ്സിലാക്കേണ്ട പ്രകാരം അവർ മനസ്സിലാക്കിയിട്ടില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് മഹാനായ അബു സഊദ് റഹ്മഹുല്ലാ അദ്ദേഹത്തിന്റെ തഫ്സീറിൽ പറയുന്നു, ഐ മാ അറഫൂഹു ഹഖ്ക മഅരിഫതിഹി, അല്ലാഹുവിനെ അറിയേണ്ട പ്രകാരം അവർ അറിഞ്ഞിട്ടില്ല. അറിഞ്ഞിരുന്നെങ്കിൽ അശ്റകു ഹൈസു അശ്റകൂ ബിഹി, അല്ലാഹുവിനോട് അവർ മറ്റുള്ളവരെ പങ്കു ചേർക്കുകയും വസമ്മൗ ബിസ്മിഹി, അല്ലാഹുവിന്റെ നാമം അവർ നൽകുകയും ചെയ്യുന്നു. മാ ഹുവ അബ്അദുൽ അശിയാഇ അൻഹു മുനാസബ, അല്ലാഹുവുമായി യാതൊരു ബന്ധവും യാതൊരു യോജിപ്പുമില്ല ാത്ത വസ്തുക്കൾക്കൊക്കെ അള്ളാഹുവിന്റെ നാമങ്ങൾ അവർ നൽകുകയാണ്. അള്ളാഹിന്റെ നാമങ്ങൾ എന്ന് പറഞ്ഞാൽ ലാത്ത എന്നുള്ള അള്ളാ എന്നതിലേക്ക് ഒരു താഴ് കൂട്ടി അള്ളാത്തയാണ് ഇപ്പൊ അല്ലാത്ത എന്ന് പറയും. തസ്ലീമാക്കാത്തത് കൊണ്ട് അല്ലാത്ത എന്ന് പറയുന്നുള്ളൂ, അള്ളാത്തയാണ്.
ഉസ്സ എന്ന് പറഞ്ഞത് അസീസ്, അതിൽ നിന്നാണ് ഉസ്സയെ എടുത്തത്. അതുപോലെ തന്നെ മന്നാൻ എന്നതിലേക്ക് ചേർത്തിയിട്ടാണ് മനാത്ത എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെ ഏതാണ്? അള്ളാഹുവിന്റെ പേരുകൾ എടുത്തിട്ട് ഇവർക്കും പേരിട്ടതാ, പക്ഷെ ഇതൊക്കെ പെണ്ണാക്കി. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, അഫറഅയ്തുമുൽ ലാത വൽ ഉസ്സ വമനാത സാലിസത്തൽ ഉഖറ അലക്കുമുൽ സക്കറു വലഹുൽ ഉൻസ തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസ. ലാത്ത അത് പെണ്ണ്, ഉസ്സ അത് പേരിൽ പെണ്ണ, മനാത്ത അതൊക്കെ പെണ്ണ. അപ്പൊ അള്ളാഹുവിന് പെൺമക്കളും നിങ്ങൾക്കൊക്കെ ആൺമക്കളും, ഇതെന്ത് ന്യായമാണ്? ആണും പെണ്ണുമായാൽ നിങ്ങൾ തന്നെ പെൺകുട്ടികളൊക്കെ ഒരു സ്ഥാനമല്ലാതെ ജീവനോടെ കുഴിച്ചു മൂടുന്ന ആളുകളായിരുന്നു നിങ്ങൾ. അപ്പൊ പെണ്ണുങ്ങൾക്ക് സ്ത്രീകൾക്ക് യാതൊരു സ്ഥാനവും കൽപ്പിക്കാത്ത നിങ്ങൾ വരെ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നില്ല, എന്നിട്ട് അള്ളാഹ്ക്കൊക്കെ പെൺകുട്ടികളും നിങ്ങൾക്കൊക്കെ ആൺകുട്ടികളും, ഇതെന്ത് ന്യായമാണ്? തിൽക ഇദൻ ഖിസ്മത്തുൻ ലീസ. ഈ വിഭജനം ഒരിക്കലും ശരിയായിട്ടില്ല എന്ന് വിശുദ്ധ ഖുർആനിൽ ചോദിച്ചത് അതാണ്. അപ്പൊ ലാത്ത എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ മകളായി ഇവർ സങ്കല്പിച്ച ഒരാളുടെ ബിംബമാണ് ലാത്ത. അതുപോലെ തന്നെ ഉസ്സ എന്ന് പറയുന്നു, മനാത്ത എന്ന് പറയുന്നതൊക്കെ അങ്ങനെയാണെന്ന് ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായ ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മഹുല്ല തന്റെ തഫ്സീറിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ അള്ളാഹു ഏതാണ് എന്ന് പറയുന്ന സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവർക്ക് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത് ഖുൽ ഹുവല്ലാഹു അഹദ് എന്ന സൂറത്തിലൂടെയാണ്. കുൽ നബിയെ തങ്ങൾ പറയുക, അല്ലാഹു അഹദ്, അല്ലാഹു ഏകനാണ്. ഏകനാണെന്ന് പറഞ്ഞാൽ രണ്ട് വശങ്ങളുണ്ടതിന്. ഒന്ന്, രണ്ടോ മൂന്നോ ഒന്നിലധികം ഘടകങ്ങൾ കൂടി ചേർന്ന് ഉണ്ടായവനല്ല അള്ളാഹു. അപ്പോൾ അള്ളാഹുവിന് അവയവങ്ങളില്ല. അതുപോലെ തന്നെ അള്ളാഹുവിനോട് കിടപിടിക്കുന്ന മറ്റൊരു വ്യക്തിയും ഇല്ല. ഇങ്ങനെ രണ്ടർത്ഥങ്ങളുണ്ട് അള്ളാഹു ഏകനാണ് എന്നതിന്. ഇനി അള്ളാഹു സ്വമദ്, എല്ലാവർക്കും ആശ്രയിക്കപ്പെടേണ്ടവൻ അള്ളാഹു മാത്രമാണ്. ലം യലിദ്, അള്ളാഹു തആല സന്താനങ്ങളെ ഉണ്ടാക്കിയിട്ടില്ല. വലം യൂലദ്, മറ്റൊരുള്ള ആളുടെ മകനായി ജനിച്ചിട്ടും ഇല്ല. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനോട് തത്തുല്യമായി മറ്റൊരാളും ഇല്ല എന്ന് പറഞ്ഞതാണ് അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയത്. നിന്റെ ദൈവത്തെ ഞങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തി തരണമെന്ന് പറഞ്ഞപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് ഇങ്ങനെയാണ്. അപ്പോൾ അള്ളാഹു ഏകനാണ്. അപ്പൊ അള്ളാഹുവിന് അവയവങ്ങളുണ്ട് എന്ന വിശ്വാസം അത് തൗഹീദിന് എതിരാണ്. അതുപോലെ അള്ളാഹുവിനെ പോലെ കഴിവുള്ള മറ്റൊരാളുണ്ട് എന്ന വിശ്വാസം അതും തൗഹീദിന് എതിരാണ്. ഇനി ആ അള്ളാഹുവിന്റെ വിശേഷണമാണ് അല്ലാഹു സ്വമദ്. അള്ളാഹുവിലേക്ക് എല്ലാവരും അള്ളാഹുവിലേക്ക് ആശ്രയിക്കപ്പെടുന്നവനാണ്. എല്ലാവരുടെയും ആശ്രയമാണ് അള്ളാഹു. ലം യലിദ്, എന്തുകൊണ്ട് അള്ളാഹു എല്ലാവരുടെയും ആശ്രയമായി? ലം യലിദ്, അവന് മക്കൾ ഇല്ല. മക്കളുണ്ടെങ്കിൽ ചിലരെങ്കിലും മക്കളുടെ കൂടെ കൂടും. വലം യൂലദ്, അള്ളാഹുവിന് വാപ്പയും ഇല്ല. വാപ്പയുണ്ടെങ്കിൽ ചിലരെങ്കിലും വാപ്പയുടെ കൂടെയും കൂടും. വലം യകുൻ ലഹു കുഫുവൻ അഹദ്, അവനോട് തുല്യമായി വേറെ ഒരാളും ഇല്ല. ഉണ്ടെങ്കിൽ ചിലരെങ്കിലും അയാളുടെ കൂടെയും കൂടും. അതുകൊണ്ട് ഈ മൂന്നും ഇല്ലാത്തത് കൊണ്ട് എല്ലാവരും ആശ്രയിക്കേണ്ട കേന്ദ്രം അള്ളാഹു മാത്രമാകുന്നു എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വളരെ വ്യക്തമായി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അപ്പോൾ അള്ളാഹുവിലുള്ള യഥാർത്ഥത്തിൽ അള്ളാഹുവിലുള്ള വിശ്വാസമാകണമെങ്കിൽ സൃഷ്ടികളുടെ രൂപത്തിലാണ് അള്ളാഹു എന്ന് പറയുന്നത് തൗഹീദ് അല്ല. അതുപോലെ തന്നെ അള്ളാഹുവിന് മക്കളുണ്ട് എന്ന വിശ്വാസം അത് തൗഹീദ് അല്ല. അതുപോലെ തന്നെ അള്ളാഹുവിനോട് സമാനമായ തത്തുല്യമായ മറ്റൊരു വ്യക്തിയുണ്ട് എന്ന വിശ്വാസവും തൗഹീദ് അല്ല. അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത് മക്കളില്ല എന്നും അതുപോലെ അവനോട് തത്തുല്യമായ മറ്റൊരാളില്ല എന്നും അതുപോലെ തന്നെ എല്ലാ നിലക്കും രണ്ട് ഘടകങ്ങൾ, രണ്ടോ രണ്ടിലധികമോ ഘടകങ്ങൾ കൂടിച്ചേർന്ന് ഉണ്ടായതല്ല എന്ന നിലക്കുമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ പരിചയപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഈ ആയത്ത് വിശദീകരിച്ച് മഹാനായ ഇമാം റാസി റഹ്മഹുല്ല പറയുന്നുണ്ട്, അല്ലാഹു ഏകനാണ് എന്ന ഈ വാക്ക്, അല്ലാഹു അഹദ് എന്ന വാക്ക് യുബ്തിലും മദ്ഹബ സനവിയ്യ, രണ്ട് ദൈവങ്ങളുണ്ട് എന്നവരുടെ ആശയത്തെ ബാത്തിലാക്കുന്നതാണ്. മജൂസികളുടെ അഗ്നിക്ക് ആരാധിക്കുന്നവരുടെ ആശയം അതായിരുന്നു. ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീനീ പ്രബോധനവുമായി വന്ന സമയത്ത് ലോകത്ത്
കൂടുതലുണ്ടായിരുന്ന ഒരു പ്രസ്ഥാനമായിരുന്നു മജൂസികൾ എന്ന് പറയുന്നത്. അവരുടെ വിശ്വാസം എന്താണ്? നന്മയും തിന്മയും ഒരേ ദൈവത്തിൽ നിന്ന് ഉണ്ടാവുക എന്നത് ശരിയല്ല. നന്മ ഉണ്ടാകുന്ന അതേ ദൈവത്തിൽ നിന്ന് തന്നെ തിന്മയും ഉണ്ടാവുക എന്നത് ശരിയല്ല. അതുകൊണ്ട് നന്മ സൃഷ്ടിക്കാൻ ഒരു ദൈവം വേണം, തിന്മ സൃഷ്ടിക്കാൻ മറ്റൊരു ദൈവവും വേണം. നന്മ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ പേരാണ് യസ്ദാൻ, തിന്മ സൃഷ്ടിക്കുന്ന ദൈവത്തിന്റെ പേരാണ് അഹിരിമൻ. അങ്ങനെ രണ്ട് ദൈവങ്ങൾ ഉണ്ട്, നന്മ സൃഷ്ടിക്കാനൊരു ദൈവവും തിന്മ സൃഷ്ടിക്കാനൊരു ദൈവവും. അങ്ങനെ രണ്ട് ദൈവങ്ങൾ ഉണ്ട് എന്ന ആശയത്തെ ബാത്തിലാക്കുന്നതാണ് അഹദ് എന്ന പ്രയോഗം. ഇനി രണ്ടാമത്തെ ആയത്ത് അല്ലാഹു സ്വമദ്, അത് അല്ലാഹു അല്ലാതെ മറ്റു സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളുകളുടെ ആശയത്തെ ബാത്തിലാക്കുന്നു. അതുപോലെ മൂന്നാമത്തെ ലം യലിദ് എന്നത് തുബ്തിലും മദ്ഹബൽ യഹൂദി ഫീ ഉസൈർ, ഉസൈർ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ മകനാണ് എന്ന ജൂതന്മാരുടെ വിശ്വാസം. അതുപോലെ ക്രിസ്ത്യാനികൾ ദൈവപുത്രനാണെന്ന ക്രിസ്ത്യാനികളുടെ ഈസാ നബി അലൈഹിസ്സലാം ദൈവപുത്രനാണെന്ന ക്രിസ്ത്യാനികളുടെ വിശ്വാസം. അതുപോലെ തന്നെ മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണെന്ന മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. ഈ മൂന്ന് വിശ്വാസത്തെയും ബാത്തിലാക്കുന്ന, ശരിയല്ല എന്ന് പറയുന്ന പ്രസ്താവനയാണ് ലം യലിദ് എന്നത്. വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന് പറയുന്ന നാലാമത്തെ ആയത്ത് തുബ്തിലു മദ്ഹബൽ മുശ്രിക്കീന ഹൈസു ജഅലുൽ അസ്നാമ അക്ഫാഅൻ ലഹു വശുറകാ, വിഗ്രഹങ്ങളൊക്കെ അല്ലാഹുവിനോട് കിടപിടിക്കുന്നതാണെന്നും അല്ലാഹുവിന്റെ പങ്കാളികളാണെന്നും വിശ്വസിക്കുന്ന മക്കാ മുശ്രിക്കുകളുടെ ആശയത്തെ ഗണ്ണിക്കാനാണ് വലം യകുൽ ലഹു കുഫുവൻ അഹദ് എന്ന ആയത്ത് അല്ലാഹു അവതരിപ്പിച്ചത് എന്ന് ഈ ആയത്ത് വിശദീകരിച്ച് ഇമാം റാസി പറയുന്നുണ്ട്. അതുകൊണ്ട് അള്ളാഹിനെ പരിചയപ്പെടുത്തിയത് എങ്ങനെയാണ്? അല്ലാഹ് ഏകനാണ് എന്ന് പറഞ്ഞാൽ രണ്ടെണ്ണം ചേർന്നുണ്ടായതോ അവനെ പോലെ വേറൊരാളോ ഇല്ല. അല്ലാഹു സ്വമദ്, സ്വമദ് അല്ലാഹു മാത്രമാണ്. ആശ്രയിക്കപ്പെടേണ്ടവൻ അല്ലാഹു മാത്രമാണ്. എന്തുകൊണ്ട്? ലം യലിദ്, അവന് സന്താനങ്ങളില്ല. അപ്പൊ വാപ്പ രാജാവാണ് നൂട്ടിക്കോളി, വാപ്പ രാജാവാണെങ്കിൽ ആ രാജാവിനൊരു മകനും ഉണ്ട്. എന്നാൽ കുറെ ആളുകൾ മകന്റെ കൂടെ കൂടും. മകനെ സോപ്പിട്ട് വാപ്പാന്റെ അടുത്ത് സമ്മർദ്ദം ചോദിക്കാനും ഇതൊക്കെ ആയിട്ട് കുറെ ആളുകൾ മകന്റെ കൂടെ ആയിരിക്കും കൂടെ. ഇനി വാപ്പുണ്ട് എന്നൊക്കെ വലം യൂലത്, അള്ളാഹുവിന്റെ പിതാവും ഇല്ല. പിതാവുണ്ടെങ്കിൽ കുറെ ആളുകൾ പിതാവിന്റെ കൂടെ ആയിരിക്കും. സംഗതി രാജാവിനെ സോപ്പിടാനും മക്കളെയും പിടിക്കാറുണ്ട്, പിതാക്കന്മാരെയും പിടിക്കാറുണ്ട്. വലം യകുൻ ലഹു കുഫുവൻ അഹദ്. ഇനി ഇയാള് ഒരു നാട്ടിൽ രണ്ട് രാജാക്കന്മാരുണ്ടായാൽ അവിടെ എപ്പോഴും പ്രശ്നമായിരിക്കും. കുറെ ആളുകൾ ഇയാളെ കൂടെ ഉണ്ടാവും, കുറെ ആളുകൾ അയാളെ കൂടെ ഉണ്ടാവും. അങ്ങനെ രണ്ടും ഒത്ത നിലക്ക് ഇങ്ങനെ പോവുകയാണെങ്കിൽ യോജിച്ചു പോകും. പക്ഷെ അധികവും പ്രശ്നങ്ങളായിരിക്കും തുല്യ കഴിവുള്ള രണ്ട് ഭരണകർത്താക്കൾ ഉണ്ടായാൽ. അതുകൊണ്ടാണ് ഇതാരും ഇല്ലാത്തത് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാവരുടെയും ആശ്രയം അല്ലാഹു മാത്രമാണ്, മറ്റൊരാളും ഇല്ല. അപ്പൊ മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം എന്താണ്? അതിൽ നിന്ന് ബഹുഭൂരിഭാഗം ആളുകളുടെയും വിശ്വാസം മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ് എന്നാണ്. മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ്. അതുകൊണ്ട് ഈ പെൺമക്കളെക്ക് വഴിപ്പെടുകയും അവരെ അനുസരിക്കുകയും അവർക്ക് വഴങ്ങുകയും ചെയ്താൽ ഈ പെൺമക്കൾ പിതാവിന്റെ അടുത്ത് സമ്മർദ്ദം ചെലുത്തി ഇവരുടെ ആവശ്യങ്ങളൊക്കെ നേടിക്കൊടുക്കും എന്നതായിരുന്നു മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. അതുകൊണ്ടാണ് അവർ ഈ വിഗ്രഹങ്ങൾക്കും മറ്റുമൊക്കെ ആരാധന ചെയ്തത് എന്നതാണ് യഥാർത്ഥം. എന്നാൽ തെറ്റായിട്ടാണ് പുത്തൻ പ്രസ്ഥാനക്കാർ ഈ ആശയം അവതരിപ്പിക്കാറുള്ളത്. അത് നിങ്ങൾക്കൊന്ന് കേൾക്കാം. മക്കയിലെ മുശ്രിക്കുകളടക്കമുള്ള ആളുകൾ വാദിച്ച ഒരു വാദമാണ്. ഒന്നാമതായി അല്ലാഹുവിന് പുറമെ ഞങ്ങൾ ആരോടെങ്കിലും ദുആ ചെയ്യുന്നുവെങ്കിൽ എന്തിനാണ് ഞങ്ങൾ ദുആ ചെയ്യുന്നത്? മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, പടച്ചവനിലേക്ക് ഞങ്ങളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഇതാണ് മറുവാദം. അല്ലാഹുവിന് പുറമെ ഞങ്ങൾ മറ്റാരോടെങ്കിലും ദുആ ചെയ്യുന്നുവെങ്കിൽ, പ്രാർത്ഥിക്കുന്നുവെങ്കിൽ മാ നഅ്ബുദുഹും, അവരെ ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂനാ ഇലല്ലാഹി സുൽഫാ, പടച്ചവനിലേക്ക് ഞങ്ങളെ ഒന്ന് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. രണ്ടാമത്തെ ന്യായം എന്താണെന്നറിയുമോ? അല്ലാഹുവിന് പുറമെ അവർ ആളുകൾ, മറ്റുള്ള ശക്തികളെ, വ്യക്തികളെ ആരാധിക്കുമ്പോൾ, അവയോട് പ്രാർത്ഥിക്കുമ്പോൾ, അവയെ കൊണ്ട് സത്യം ചെയ്യുമ്പോൾ, അവയിൽ നേർച്ച വഴിപാട് നടത്തിക്കുമ്പോൾ, രണ്ടാമത്തെ അവരുടെ വാദം ഇവർ ഞങ്ങളുടെ അല്ലാഹുവിന്റെ അടുക്കലുള്ള ശുപാർശകരാണ്, ഞങ്ങളുടെ കാര്യങ്ങൾ റബ്ബിനോട് പറയാനുള്ള ശുപാർശകരാണ് എന്നതാണ് രണ്ടാമത്തെ മുശ്രിക്കുകളുടെ വാദം. മൂന്നാമതായിക്കൊണ്ട് അല്ലാഹുവല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ പറയുന്ന
ന്യായം അതേ ഇവർ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് സഹായിക്കുന്നവരാണ്. മക്കയിലെ മുശ്രിക്കുകൾ പോലും അത് പറഞ്ഞു, ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക. അതേ മക്കയിലെ മുശ്രിക്കുകൾ അവർ അള്ളാഹുവിന് വെച്ച പങ്കാളികളെ, ആ പങ്കാളികളുടെ സുഖത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞതെന്താ? അതാ അള്ളാഹു ഇവരെ അധീനമാക്കിയിരിക്കുന്നു. അള്ളാഹു അന്റെ അധീനത്തിലുള്ള ഒരു പങ്കാളി, ആ പങ്കാളി മാത്രമേയുള്ളൂ. അള്ളാഹുവിന്റെ അധീനത്തിലുള്ള പങ്കാളി, അള്ളാഹുവിന്റെ അധീനത്തിലുള്ള പങ്കാളി. അള്ളാഹു എന്ത് കൊടുത്തു അതുകൊണ്ട് മറ്റുള്ളവരെ സഹായിക്കുന്ന പങ്കാളി, അള്ളാഹുവിന്റെ പരിപൂർണ ഉടമസ്ഥതയിലുള്ള പങ്കാളി. ഇങ്ങനെ അള്ളാഹു കൊടുത്ത കഴിവ് കൊണ്ട് ഞങ്ങളെ സഹായിക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കുന്ന, ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന പങ്കാളികളുമുണ്ട് എന്നതല്ലാതെ നാലാമതൊരു വാദം അവർക്കുണ്ടായിരുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കി. അള്ളാഹു അല്ലാത്തവർക്ക് വിളിച്ച് പ്രാർത്ഥിക്കാൻ മക്കാ മുശ്രിക്കുകൾ പറഞ്ഞിരുന്നത് 3 ന്യായങ്ങളാണ്. ഒന്ന്, മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അവർക്ക് ഞങ്ങൾ ആരാധിക്കുന്നില്ല, അവർ ഞങ്ങളെ അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയല്ലാതെ. ഇതാണ് ഒന്ന്. രണ്ടാമത്തേത്, ഹൗലായി ശുഫാഉന ഇൻദല്ലാ, ഈ കൂട്ടരൊക്കെ ഞങ്ങളുടെ അടുക്കൽ അള്ളാഹുവിന്റെ ശുപാർശകരാണ്. മൂന്നാമത്തേത്, ഇവർക്ക് സ്വന്തമായി കഴിവുണ്ട് എന്നവർ വിശ്വസിച്ചിരുന്നില്ല. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക്, നിന്റെ അധീനയിലുള്ള ഒരു പങ്കാളിയല്ലാതെ മറ്റു യാതൊരു പങ്കാളിയുമില്ല, നിന്റെ അധീനതയിലുള്ള പങ്കാളി എന്ന് ആവർത്തിച്ച് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കും. എന്നാൽ ഇനി 2 ആയത്തും ഒരു ഹദീസുമാണ് ഇപ്പോൾ ഓതിയത്. എന്നാൽ ഈ ആയത്തുകളൊക്കെ ആരെക്കുറിച്ച് അവതരിച്ചതാണ്? ഇതിന്റെ അവതരണ പശ്ചാത്തലം എന്താണ്? ഈ ആയത്തിൽ പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ് എന്ന് സാധാരണ അവരാരും വിശദീകരിക്കാറില്ല. അതുകൊണ്ട് ഒന്നാമതായി മൗലവി ഓതിയ ആയത്ത്, അലാ ലില്ലാഹി ദീനുൽ ഖാലിസ് വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ എന്ന ആയത്താണ്. ആ ആയത്ത് തുടർന്ന് അള്ളാഹു പറയുന്നത് എന്താണ്? ലൗ അറാദല്ലാഹു അൻ യത്തഖിദ വലദൻ ലസ്തഫാ മിമ്മാ യഖ്ലുഖു മാ യശാഉ സുബ്ഹാനഹു ഹുവല്ലാഹുൽ വാഹിദുൽ ഖഹാർ എന്നാണ് ആയത്തിന്റെ ബാക്കി ഭാഗം. ഈ ആയത്ത് ആരെക്കുറിച്ചാണ് അവതരിച്ചത്? മഹാനായ ഇമാം സുയൂത്തി റഹ്മഹുല്ലാ, മുഫസ്സിരിങ്ങളുടെ നേതാവ് അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമയെ ഉദ്ധരിച്ച് പറയുന്നു, വല്ലദീന ഇത്തഖദൂ മിൻ ദൂനിഹി ഔലിയാ മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ എന്ന് പറഞ്ഞ ഈ ആയത്ത് ഉൻസിലത്ത് ഫീ സലാസത്തി അഹ്യാ, 3 ഗോത്രക്കാരെ കുറിച്ച് അവതരിച്ചതാണ്. ആരാണ് 3 ഗോത്രക്കാർ? ഒന്ന് ആമിർ, മറ്റൊന്ന് കിനാന, മറ്റൊന്ന് ബനൂ സലമ. ഈ 3 ഗോത്രക്കാരെ കുറിച്ചാണ് ഈ ആയത്തിറങ്ങിയത്. എന്തായിരുന്നു അവരുടെ വിശ്വാസം? കാനൂ യഅ്ബുദൂനൽ ഔസാന, ഇവർ വിഗ്രഹാരാധകരായിരുന്നു. എന്താണ് ആ വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യാൻ അവർ പറഞ്ഞിരുന്ന ന്യായം? വയഖൂലൂന, അവർ പറയും, അൽ മലായികത്തു ബനാത്തുഹു, മലക്കുകൾ അല്ലാഹുവിന്റെ പെൺമക്കളാണ്. ഫഖാലു, എന്നിട്ട് അവർ പറയുന്നു, മാ നഅ്ബുദുഹും, ഈ വിഗ്രഹങ്ങൾക്ക് ഞങ്ങൾ ആരാധിക്കുന്നില്ല, ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ, അള്ളാഹുലേക്ക് അടുപ്പിക്കാൻ വേണ്ടി അല്ലാതെ ആരാധിക്കുന്നില്ല എന്നവരെ ന്യായം പറഞ്ഞിരുന്നു. അപ്പൊ മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്ന് വിശ്വസിച്ചിരുന്ന ആളുകൾ ആ മലക്കുകൾക്ക് ചില രൂപങ്ങൾ സങ്കല്പിക്കുകയും ആ രൂപങ്ങളിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കുകയും എന്നിട്ട് ആ രൂപങ്ങൾക്ക് ആരാധിക്കുകയുമാണ് ചെയ്തത്. അവരെ കുറിച്ചാണ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ എന്ന് മൗലവി ഓതിയ 1ാമത്തെ ആയത്ത് അവതരിച്ചത്. ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് തന്നെ ഇബ്നു കസീർ റഹ്മഹുല്ലാ വളരെ വ്യക്തമായി ഈ കാര്യം പറയുന്നുണ്ട്. വിഗ്രഹാരാധകരെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തിൽ പറയുന്നത്. മിനൽ മുശ്രിക്കീന അന്നഹും യഖൂലൂന മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ എന്ന് പറയുന്ന ആളുകൾ, ഐ ഇന്നമാ യഹ്മിലുഹും അലാ ഇബാദത്തിഹിം, ഈ വിഗ്രഹങ്ങൾക്ക് ആരാധന ചെയ്യാൻ ഇവരെ പ്രേരിപ്പിച്ചത് എന്താണ്? അന്നഹും അമിദു ഇലാ അസ്നാമിൻ, അവർ ചില വിഗ്രഹങ്ങൾ ഉദ്ദേശിച്ചു. ഇത്തഖദൂഹ, ആ വിഗ്രഹങ്ങളെ അവർ ഉണ്ടാക്കി, അലാ സുവരിൽ മലായികത്തി, മലക്കുകളുടെ രൂപങ്ങളിൽ ഉണ്ടാക്കിയതാ. മലക്കുകളുടെ രൂപങ്ങൾ എങ്ങനെ ഉണ്ടാക്കിയത്? ഇവർ മലക്കുകളെ കണ്ടിട്ടില്ല, പക്ഷെ മലക്കുകൾക്ക് ചില രൂപങ്ങൾ ഇവരെ സങ്കല്പിച്ച് ആ രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കി.
അൽ മുഖറബീന ഫീ സുഅമിഹിം, ഈ മലക്കുകളൊക്കെ അവരെ പ്രകാരമനുസരിച്ച് അള്ളാഹുവിന്റെ അടുക്കൽ മുഖറബീങ്ങളാ. എന്നിട്ട് ഫഅബദൂ തിൽക സുവറ, ഈ രൂപങ്ങൾക്ക് ആരാധിച്ചു. തൻസീലൻ ലിദാലിക മൻസിലത ഇബാദതിഹിം അൽ മലായിക, മലക്കുകൾക്ക് ഇബാദത്ത് ചെയ്യുന്ന അതേ സ്ഥാനം കിട്ടാൻ വേണ്ടി ഇവകൾക്ക് ആരാധിച്ചു. എന്തിനാ ഇവർക്ക് ആരാധിക്കുന്നത്? ലിയശ്ഫഉ ലഹും, അവർക്ക് ശുപാർശ പറയാൻ വേണ്ടി. ഇൻദല്ലാഹി, അല്ലാഹുവിന്റെ അടുക്കൽ, അതായത് പെൺമക്കളായിരിക്കുന്ന മലക്കുകൾ വാപ്പയുടെ അടുക്കൽ ഞങ്ങൾക്ക് ശുപാർശ പറയും എന്ന ലക്ഷ്യത്തിന് വേണ്ടി. എവിടെ? ഫീ നസ്രിഹിം, അവരെ സഹായിക്കാനും, വരിസ്ഖിഹിം, അവർക്ക് ഭക്ഷണം നൽകാനും, വമാ യനൂബുഹും മിൻ അംരി ദുനിയാ, ദുന്യവിയായ കാര്യങ്ങൾ അവർക്ക് ഉണ്ടാകുന്ന സംഗതികൾക്കൊക്കെ. അതേ സമയത്ത് ഫഅമ്മൽ മഅദു ആഖിറം ഫകാനൂ ജാഹിദീന ലഹു കാഫിരീന ബിഹി, അവർ അത് നിഷേധിക്കുന്നവരായിരുന്നു. കാരണം ആഖിറം എന്ന് പറഞ്ഞ ലോകം ഇവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഈ ദുന്യാവില് ഇവരെ വിശ്വാസത്തിന്റെ ആകത്തുക വാപ്പി മക്കളുമാണ് ഇപ്പൊ ഈ ലോകം ഭരിക്കുന്നത്. അതിൽ വാപ്പയാണ് പടച്ചോന് അള്ളാന്നറിയുന്നത്. അവരുടെ പെൺമക്കളാണ് മലക്കുകൾ എന്ന് പറയുന്നത്. അപ്പൊ സാധാരണ നിലക്ക് ഒരു രാജാവിന്റെ അടുക്കൽ ശുപാർശ പറയാനും മറ്റുമൊക്കെ സാധാരണ മക്കളെയൊക്കെ പോയി കാണുകയും അവരെ സോപ്പിടുകയൊക്കെ ചെയ്യാറുണ്ടല്ലോ. അതേപോലെ ഈ പെൺമക്കളാകുന്ന മലക്കുകളെ സോപ്പിട്ടാൽ അള്ളാഹുവിന്റെ അടുക്കൽ കാര്യം നേടാം. ഇതായിരുന്നു അവരുടെ വിശ്വാസം. ഈ വിശ്വാസം ഒന്നുകൂടെ വ്യക്തമായി മഹാനായ ഇമാം ബുഖാരി റഹ്മഹുല്ല തന്റെ സ്വഹീഹുൽ ബുഖാരിയിൽ പറയുന്നുണ്ട്. വജഅലു ബൈനഹു വബൈനൽ ജിന്നത്തി നസബൻ, പെൺമക്കളാണെങ്കിൽ പെണ്ണിട്ടല്ലോ, അപ്പൊ പടച്ചോൻ പെണ്ണിട്ടണം. അപ്പൊ ആരെ പെണ്ണ് കെട്ടിയേ? ഏത് പെണ്ണാവ പടച്ചോൻ കെട്ടിയേ? ബുഖാരി പറയുന്നുണ്ട്. അതാണ് അള്ളാഹ് തന്നെ പറഞ്ഞു, ഇവർ അള്ളാഹുവിനും ജിന്നുകൾക്കും ഇടയിൽ ബന്ധം സ്ഥാപിച്ചു. ഏത് ബന്ധം? വിവാഹ ബന്ധം. കാല കുഫാറു ഖുറൈശ്, ഇമാം ബുഖാരി പറയുന്നു, മക്കയിലെ കുഫാർ പറഞ്ഞു, അൽ മലായിക്കത്തു ബനാത്തുള്ള, മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ്. ആ വാപ്പയാണ്, മലക്കുകൾ പെൺകുട്ടികളാ. അപ്പൊ ഇനി ഉമ്മ ആരാണ്? ഒരു ചോദ്യം ഉണ്ട് അവിടെ. ഉമ്മഹാത്തുഹുന്ന, അവരെ ഉമ്മ ബനാത്തു സറവാത്തിൽ ജിന്ന്, ജിന്നുകളുടെ ജിന്നുകളിൽ നല്ല നല്ല പെൺകുട്ടികൾ ഉണ്ടായിരുന്നു. അവരുമായി അള്ളാഹു തആല വിവാഹാലോചന നടത്തി. അല്ലേ വിവാഹാലോചന നടത്തുന്നത്? കെട്ടിച്ചു കൊടുക്കാൻ പറ്റുമോ എന്ന് വിചാരിച്ച് കെട്ടിച്ചു കൊടുത്തു. അങ്ങനെ പിന്നെ എന്തൊക്കെയാ അവിടെ ഉണ്ടായത് നമ്മൾ പറയണ്ട. അതിലുണ്ടായ മക്കളാണ് മലക്കുകൾ. അതുകൊണ്ട് ആ മലക്കുകളുടെ രൂപത്തിൽ വിഗ്രഹങ്ങൾ ഉണ്ടാക്കിയിട്ട് ആ വിഗ്രഹങ്ങൾക്ക് അവർ ആരാധിക്കുന്നത്. അവരെ കുറിച്ചാണ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫാ എന്ന് പറഞ്ഞു. സഹോദരന്മാരെ, അപ്പൊ മക്കൾ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഞാൻ ആദ്യം ഓതി വെച്ച ആയത്തിൽ പറഞ്ഞത് വഖാലുത്തഖദർ റഹ്മാനു വലദൻ, പരമകാരുണ്യകനായ അല്ലാഹു സന്താനങ്ങളെ ഉണ്ടാക്കി എന്നാണ് ഇവർ പറയുന്നത്. സുബ്ഹാനഹു, അവൻ എത്ര പരിശുദ്ധൻ. ബൽ ഇബാദുൻ മുക്റമൂൻ, മലക്കുകൾ ഒരിക്കലും അല്ലാഹുവിന്റെ പെൺമക്കളല്ല, ആദരണീയരായ അടിമകൾ മാത്രമാണ്. ലാ യസ്ബിഖൂനഹു ബിൽ ഖൗൽ, അല്ലാഹുവിനെ മറികടന്ന് ഒരു വാക്ക് പോലും അവർ പറയൂല. മക്കളാണെങ്കിൽ പറയും. വഹും ബി അംരിഹി യഅമലൂൻ, അല്ലാഹുവിന്റെ കൽപ്പന അനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കൂ. മക്കൾ അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല. യഅലമു മാ ബൈന ഐദീഹിം വമാ ഖൽഫഹും, അവരുടെ എല്ലാ വിഷയങ്ങളും അല്ലാഹുവിനറിയാ, അവർക്കതൊന്നും അറിയില്ല. വലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർതളാ, അള്ളാഹ് തൃപ്തിപ്പെടുന്ന ആളുകൾക്കല്ലാതെ മലക്കുകൾ ശഫാഅത്തും ചെയ്യില്ല. വഹും മിൻ ഖശിയതിഹി മുശ്ഫിഖൂൻ, അല്ലാഹുവിനെ ഭയപ്പെടുന്ന വിഷയത്തിൽ അല്ലാഹുവിനെ പേടിച്ച് നടുങ്ങുന്നവരാണ് മലക്കുകൾ എന്ന് പറഞ്ഞ് ഇത്രയും വിശേഷണങ്ങൾ എന്തുകൊണ്ട് ഇവിടെ ഈ ആയത്തിൽ അല്ലാഹു വിശദീകരിച്ചു? ഇമാം റാസി പറയുന്നുണ്ട്. ഇമാം റാസി പറയുന്നു, അൽ മസ്അലത്തുൽ ഊല, ഒന്നാമത്തെ മസ്അല ഹാദിഹി സിഫാത്തു, ഈ ആയത്തിൽ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ തദുല്ലു അലൽ ഉബൂദിയത്തി, മലക്കുകൾ അല്ലാഹുവിന്റെ അടിമകളാണ് എന്നാണ് അറിയിക്കുന്നത്, മക്കളാണ് എന്നല്ല. ലിവുജൂഹിൻ, അതിന് വതുനാഫിൽ വിലാദത്ത, മക്കളാകാ എന്നതിനെതിരാ ഈ പറഞ്ഞ വിശേഷണങ്ങളൊക്കെ. ലിവുജൂഹിൻ, അതിന് പല കാരണങ്ങളുണ്ട്. അഹദുഹാ അന്നഹും ലമ്മാ ബാലഗൂ ഫിത്വാഅത്തി, അള്ളാഹുവിന് വഴിപ്പെടുന്നതിൽ ഇതർ അധികമാക്കി. ഇലാഹൈസു ലാ യഖൂലൂന ഖൗലൻ, ഒരു വാക്കും അവർ പറയില്ല. വലാ യഅമലൂന അമലൻ, ഒരു കാര്യവും ചെയ്യൂല. ഇല്ലാ ബി അംരിഹി, കൽപ്പന, അള്ളാഹിന്റെ കൽപ്പന അനുസരിച്ചല്ലാതെ. ഫഹാദിഹി സിഫാത്തുൽ ലിൽ അബീദി, ഇതൊക്കെ അടിമകളെ വിശേഷണങ്ങളാണ്. ലാ സിഫാത്തുൽ ഔലാദി, മക്കളെ
അപ്പൊ അള്ളാഹുവിന്റെ മക്കളാണെങ്കിൽ കുറച്ചും കൂടെ ജോറാകുക എന്നല്ലാതെ ഒട്ടും മോശാകലല്ല ഉണ്ടാകുക. വാപ്പ പറയുന്നത് മുഴുവനും മകൻ കേട്ടുകൊള്ളണം എന്നില്ല. ഈ വാപ്പ ഒരർത്ഥത്തിൽ പറഞ്ഞാൽ, ഈ മകനെ കുറിച്ച് ചോദിച്ചാൽ, വാപ്പയോട് ചോദിച്ചാൽ ഒരർത്ഥത്തിൽ ഏത് പറയാ, ഈ മകനെ ഉണ്ടാക്കിയതാരാന്ന് ചോദിച്ചാൽ വാപ്പയെന്നതിന്റെ മറുപടി, ഇവനെ ഭക്ഷണം കൊടുത്തതാരാന്ന് ചോദിച്ചാൽ വാപ്പയെന്നതിന്റെ മറുപടി, ഇവനെ വളർത്തിക്കൊണ്ടുവന്നതാരാന്ന് ചോദിച്ചാൽ വാപ്പയാണ് എന്നതിന്റെ മറുപടി. അതാണ് ആകാശവും ഭൂമിയും പഠിച്ചതാരാ, വാപ്പയാണ് എന്നാ അള്ളയെന്നതിന്റെ അർത്ഥം. അതുപോലെ ഇവിടെ മഴ ഇറക്കുന്നതും മറ്റുമൊക്കെ ചെയ്യുന്നതും ഇവരെ സൃഷ്ടിച്ചതും ആരാ, അള്ളയാണ് എന്നാണ് വാപ്പയാണ് എന്നതിന്റെ അർത്ഥം. അതോടൊപ്പം തന്നെ ഈ മകൻ ഇങ്ങോട്ട് വളർന്നു വരുന്ന സമയത്ത് പിന്നെ വാപ്പ പറഞ്ഞ കിട്ടിക്കോണമെന്നില്ല, മകനും ചില സ്വന്തമായ അഭിപ്രായങ്ങളൊക്കെ ഉണ്ടാവും. എത്ര മക്കള് വാപ്പാരെ വെടിച്ചു എന്ന് നമുക്ക് ഓർമ്മയുണ്ട്. നേപ്പാളിൽ എന്താ സംഭവിച്ചത്? നേപ്പാളില് രാജാവിനെയും അതുപോലെ തന്നെ അമ്മയെയും എല്ലാം കൂടെ മകനൊറ്റ വെടിവെച്ചിട്ടേത് മകനെ അവിടെ രാജാവാക ചെയ്ത്. മാത്രമല്ല നമ്മളെ നാട്ടിൽ തന്നെ അച്ഛനും മക്കളും ഒക്കെ കളിക്കണേ നമുക്കറിയില്ലേ. നമ്മളെ നാട്ടിൽ തന്നെ അതിന് കൂടുതൽ ഉദാഹരണം പറയേണ്ടതില്ല. അപ്പോ ഈ പറയപ്പെട്ട വിശേഷണങ്ങളൊന്നും അതൊന്നും അടിമകളുടെ വിശേഷണമാണ്, മക്കളെ വിശേഷണമല്ല. രണ്ടാമത്തത് പറഞ്ഞത് അന്നഹും ലാ യശ്ഫഊന ഇല്ലാ ലിമൻ ഇർത്തളാന, ഇഷ്ടപ്പെടുന്നവർക്കല്ല, അല്ലാഹ് ഇഷ്ടപ്പെട്ടവർക്കേ ശഫായത്ത് ചെയ്യൂ. വമൻ യകുൻ ഇലാഹൻ, ഇലാഹാകുകയോ ഔ വലദൻ ലില്ലാഹി, അല്ലെങ്കിൽ ദൈവത്തിന്റെ മകനാവുകയോ ചെയ്താൽ ലാ യകൂനു കദാലിക, അപ്രകാരമല്ല ഉണ്ടാകുക. ഇഷ്ടപ്പെട്ടവർക്കും പെടാത്തവർക്കും ശഫായത്ത് ചെയ്യും. അതുകൊണ്ട് മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണ് എന്ന് വിശ്വസിക്കുകയും എന്നിട്ട് ആ മലക്കുകളുടെ രൂപത്തിൽ വിഗ്രഹങ്ങൾ നിർമ്മിക്കുകയും എന്നിട്ട് ഈ പെൺമക്കളാകുന്ന മലക്കുകൾ പിതാവാകുന്ന അള്ളാഹുവിന്റെ അടുക്കൽ ശഫായത്ത് ചെയ്യുകയും ചെയ്യുമെന്ന വിശ്വാസക്കാരെ കുറിച്ചാണ് മാ നഅ്ബുദുഹും ഇല്ലാ ലിയുഖർരിബൂന ഇലല്ലാഹി സുൽഫ എന്ന ആയത്ത് അവതരിച്ചത്. ഹാവുലായി ശുഫാഉന ഇൻദല്ലാ എന്ന് പറയുന്ന രണ്ടാമത്തെ ആയത്തും അവരെ കുറിച്ച് തന്നെ അവതരിച്ചത്. മഹാനായ അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്, മൻ ദല്ലദീ യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതം കൂടാതെ അല്ലാഹുവിന്റെ അടുക്കൽ ശഫായത്ത് ചെയ്യുന്നവൻ ആരുണ്ട്? സമ്മതം കൂടാതെ ശഫായത്ത്. നബിയെ തല ഉയർത്തു, ശഫായത്ത് ചെയ്യൂ, സ്വീകരിക്കപ്പെടാം, എന്ത് ചോദിച്ചോളൂ നൽകാം എന്ന് അല്ലാഹു പറയുന്നത് അപ്പോഴാ. അതേ സമയത്ത് മക്കളെ ശഫായത്ത് എങ്ങനെയായിരിക്കും? മക്കള് വാപ്പ ഉദ്ദേശിച്ചതിലും ഉദ്ദേശിക്കാത്തതിലും ശഫായത്ത് ചെയ്യും. എന്നിട്ടോ ശഫായത്ത് സ്വീകരിക്കുകയാണെങ്കിൽ അങ്ങനെ ഒത്തുപോകും, സ്വീകരിച്ചിട്ടില്ലെങ്കിലോ വാപ്പാൻ അടക്കം പുറത്താക്കി അല്ലെങ്കിൽ വെടിവെച്ചു വന്ന് മകൻ അവിടെ കയറിയിരിക്കും. ഇതാ മകന്റെ സ്വഭാവം. ഈ കാര്യം ഇവര് തന്നെ അവരുടെ നേതാവായി പരിചയപ്പെടുത്തുന്ന ഇബ്നു തൈമിയ്യ തന്നെ പറയുന്നത് കേൾക്കൂ. ഫൽ മുശ്രികൂന അസ്ബത്തു ശഫായത്ത, മുശ്രിക്കീങ്ങൾ സ്ഥിരപ്പെടുത്തിയത് അല്ലത്തി ഹിയ ശിർക്കുൻ, ശിർക്കായ ഒരു ശഫായത്താണ് മുശ്രിക്കീങ്ങൾ സ്ഥിരപ്പെടുത്തിയത്. ഏതുപോലെയൊക്കെ ശഫായത്തിൽ മഖ്ലൂക്കി ഇൻദൽ മഖ്ലൂക്കി, സൃഷ്ടിയുടെ അടുക്കൽ ചെയ്യുന്ന ശഫായത്ത്, സൃഷ്ടാവിന്റെ അടുക്കൽ ചെയ്യുന്നതല്ല, സൃഷ്ടിയുടെ അടുക്കൽ ചെയ്യുന്ന ശഫായത്ത്. ഏതുപോലെ കമാ യശ്ഫഉ ഇൻദൽ മുലൂക്കി, രാജാക്കന്മാരുടെ അടുക്കൽ ശഫായത്ത് പറയാറുണ്ടല്ലോ. ഖവാസുഹും, അവരുടെ പ്രത്യേകമായ ആളുകൾ ശഫായത്ത് ചെയ്യും. ലിഹാജത്തിൽ മുലൂക്കി ഇലാദാരിക, രാജാക്കന്മാരിലേക്കും അതിലേക്ക് ഇവരിലേക്ക് ആവശ്യമുണ്ട്. ഫയസ്അലൂനഹും, അങ്ങനെ ഈ പ്രത്യേകക്കാര് നന്നാ മന്ത്രിമാര് മുഖ്യമന്ത്രിമാരോട് ചോദിക്കും. വൈരീദിനിഹിം, മുഖ്യമന്ത്രിമാരുടെ സമ്മതം മാറാറില്ല. വതുജീബുൽ മുലൂക്കു, രാജാക്കന്മാരതിന് ഉത്തരവും നൽകും. സുആലഹും, അവരെ സുആലിന് ഉത്തരം നൽകും. മന്ത്രിമാര് പറഞ്ഞ മുഖ്യമന്ത്രിമാര് സ്വീകരിക്കും. അതുപോലെ തന്നെ രാജാക്കന്മാരുടെ പ്രധാനപ്പെട്ട ആളുകൾ പറഞ്ഞ രാജാക്കന്മാര് സ്വീകരിക്കും. എന്താ സ്വീകരിക്കാൻ കാരണം? ലിഹാജത്തിഹിം ഇലൈഹിം, ഇവർക്ക് അവരിലേക്ക് ആവശ്യമുണ്ട്. ഭരണം നിലനിൽക്കണമെങ്കിൽ ഇവരാവശ്യ. ഫല്ലദീന അസ്ബത്തു മിസ്ല ഹാദിഹി ശഫാഅ, ഇതുപോലുള്ള ശഫായത്തിനെ സ്ഥിരപ്പെടുത്തുന്ന ആളുകൾ ഇൻദല്ലാഹി, അള്ളാന്റെ അടുക്കൽ ഇതുപോലുള്ള ശഫായത്തുണ്ടെന്ന് പറയുന്നവർ മുശ്രികൂന, അവർ മുശ്രിക്കീങ്ങളും കുഫാറുൻ, കാഫിരീങ്ങളുമാണ്. ലിഅന്നല്ലാഹ തആല ലാ യശ്ഫഉ ഇൻദഹു, അള്ളാന്റെ അടുക്കൽ ശുപാർശ പറയില്ല. അഹദുൻ, ഒരാളും, ഇല്ലാ ബിഇദ്നിഹി, അള്ളാഹുവിന്റെ സമ്മതം കൂടാതെ. വലാ യഹ്താജു ഇലാ അഹദിൻ മിൻ ഖൽഖിഹി, അള്ളാഹു ഒരാളുടെ
എല്ലാവരേക്കും ആവശ്യമായവനുമല്ല. അതുകൊണ്ട് ഒരാളുടെയും ശഫായത്ത് സ്വീകരിക്കേണ്ട നിർബന്ധിതാവസ്ഥ അള്ളാഹുവിനില്ല. അതേ സമയത്ത് അള്ളാഹുവിന്റെ അടുക്കൽ ശഫായത്ത് പറയുകയും എന്നിട്ട് ആ ശഫായത്ത് സ്വീകരിക്കാൻ നിർബന്ധിതനാവുകയും അങ്ങനെ അവരുടെ യോജിപ്പ് ആഗ്രഹിച്ചുകൊണ്ടും അവർ എതിർക്കുമോ എന്ന ഭയത്തോടുകൂടെയും ഉള്ള ശഫായത്ത്, ഈ ശഫായത്തിലാണ് മക്കാ മുശ്രിക്കുകൾ വിശ്വസിച്ചത്. ആ നിലക്കുള്ള ഒരു ശഫായത്ത് ശിർക്കാണ് എന്നതിൽ യാതൊരു സംശയവും ഇല്ല. ഉദാഹരണമായിട്ട് നമ്മളൊന്ന് പറയാം. അള്ളാഹു അവന്റെ ഇഷ്ടദാസന്മാരായിരിക്കുന്ന ആളുകൾ ചോദിച്ചാൽ ലയിൻ സയലനീല ഒഴ്ത്തിയെന്നഹു നൽകുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ട്. അതുപോലെ അമ്പിയാക്കൾ, ഔലിയാക്കൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങൾ തുടങ്ങിയ ആളുകൾക്കൊക്കെ ശഫായത്തുണ്ട് എന്നും അള്ളാഹു അതുപോലെ ഹദീസുകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇനി നാം ഒരു ഉദാഹരണം പറയാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അള്ളാഹുവിനോടൊരു കാര്യം പറഞ്ഞു, അള്ളാഹു അത് അംഗീകരിച്ചില്ല എന്ന് വെക്കുക. എന്നാൽ റസൂലിന് വല്ലതും ചെയ്യാൻ കഴിയൂല എന്നാ നമ്മൾ വിശ്വസിക്കുന്നത്. അള്ളാഹനെ വല്ലതും ചെയ്യാൻ റസൂലിന് കഴിയുമോ? ഒരു ചുക്കും ചെയ്യാൻ കഴിയില്ല. ഇതാണ് നമ്മളെ വിശ്വാസം. അതേ സമയത്ത് അവിടെ ചെയ്യാൻ കഴിയുമെന്നാണ് മക്കാ മുശ്രിക്കുകളുടെ വിശ്വാസം. അതാണ് ഇബ്നു തൈമിയ അടക്കം പറഞ്ഞത്. അവര് ഇങ്ങോട്ട് ആവശ്യമുള്ളത് കൊണ്ട് എന്റെ ശഫായത്ത് സ്വീകരിക്കുന്നതിലേക്ക് ആവശ്യമാകും. എന്ത്? റഹ്ബത്തൻ, അവരെ യോജിപ്പ് ആഗ്രഹിച്ച്, റഹ്ബത്തൻ, ഇവരെ എതിർക്കുമോ എന്ന ഭയത്താലും. അതുകൊണ്ട് ഫഅൻകറല്ലാഹു ഹാദിഹി ശഫാഅ, ഈ നിലക്കുള്ള ശഫായത്തിനെ അല്ലാഹു നിഷേധിച്ചു. ഫഖാല തആല മൻ ദല്ലദി യശ്ഫഉ ഇൻദഹു ഇല്ലാ ബിഇദ്നിഹി, അല്ലാഹുവിന്റെ സമ്മതം കൂടാതെ അല്ലാഹുവിന്റെ അടുക്കൽ ശുപാർശ പറയാൻ ആരുണ്ട് ഇവിടെ? ഏതാണ് ആ മന്ത്രി? ഏതാണ് ആ മകൻ? ഏതാണ് ആ മകൾ? ഇതാണ് അള്ളാഹുവിന്റെ ചോദ്യം. അങ്ങനെ ഒരാളില്ല. അതേ സമയത്ത് പ്രവാചകന്മാർ ശഫായത്ത് ചെയ്യുന്നത് അള്ളാഹുവിന്റെ സമ്മതപ്രകാരമാണ്. അള്ളാഹു അനുമതി നൽകിയതിൽ മാത്രമേ അവർ ശഫായത്ത് ചെയ്യൂ. അത് ശഫായത്തിന്റെ ഹദീസുകൾ നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അതുകൊണ്ട് ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന് പറയുന്നതും മലക്കുകൾ അള്ളാഹുവിന്റെ പെൺമക്കളാണെന്നോ അല്ലെങ്കിൽ അള്ളാഹുവിന്റെ മന്ത്രിസഭയിൽപ്പെട്ട ഒരു മന്ത്രിയാണെന്നോ എന്ന നിലക്ക് അവർ ചെയ്യുന്ന ശഫായത്തിനെ കുറിച്ചാണ് മൗലവി സാഹിബ് രണ്ടാമത് ഓതിയ ഹൗലായി ശുഫാഉന ഇൻദല്ലാഹ് എന്ന ആയത്തും ഉള്ളത്. അതിനെ ഗണ്ണിച്ചുകൊണ്ടാണ് അള്ളാഹു ചോദിച്ചത്, അള്ളാഹിന്റെ സമ്മതം കൂടാതെ ശഫായത്ത് ചെയ്യാൻ ആരുണ്ട് എന്ന ചോദ്യം തന്നെ പ്രസക്തമാകണമെങ്കിൽ സമ്മതം കൂടാതെ ശഫായത്ത് ചെയ്യുമെന്ന വിശ്വാസം ഇവർക്കുണ്ടാകണം. അതുകൊണ്ട് ആ പറഞ്ഞ ആയത്തും നമുക്ക് ബാധകമല്ല. മൂന്നാമത് പറഞ്ഞ തൽബിയത്താണ്. എന്താണ് തൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക് എന്ന് പറയുന്ന തൽബിയത്താണ് മൂന്നാമത് പറഞ്ഞത്. എന്താണ് ഈ തൽബിയത്ത്? ആ തൽബിയത്തിനെ കുറിച്ച് അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ഒരായത്ത് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആയത്ത്? ഇത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ്, അതുപോലെ തന്നെ കുഞ്ഞിം മുഹമ്മദ് മദനി തുടങ്ങിയ രണ്ടാളുകൾ, പറപ്പൂർ കുഞ്ഞിം മുഹമ്മദ് മദനി രണ്ടാളുകൾ പരിഭാഷപ്പെടുത്തിയ ഖുർആനിന്റെ പരിഭാഷയാണ്. ഇത് നമ്മൾ ഇറക്കിയതല്ല, അവരിറക്കിയതാണ്. ഈ പരിഭാഷയിൽ നോക്കി അള്ളാഹു മക്കാ മുശ്രിക്കുകളുടെ തെൽബിയത്തിനെ കുറിച്ച് പറഞ്ഞ ഭാഗം ഞാൻ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാം. ഏതാണ് ആയത്ത്? അള്ളാഹ് പറയുന്നു, ലറബലക്കും മസലൻ മിൻ അൻഫുസിക്കും ഹല്ലക്കും മിമ്മാ മലക്കത് അയ്മാനുക്കും മിൻ ശുറകാ ഫീമാ റസഖ്നാകും ഫഅൻതും ഫീഹി സവാഅ തഖാഫൂനഹും കഖീഫതികും അൻഫുസകും കദാലിക നുഫസ്സിലുൽ ആയാതി ലിഖൗമിൻ യഅഖിലൂൻ. എന്താണ് ഈ ആയത്തിൽ പറയുന്നത്? അവരെഴുതിയ പരിഭാഷ തന്നെ ഞാൻ നോക്കി വായിക്കും. നിങ്ങളുടെ കാര്യത്തിൽ നിന്നു തന്നെ അള്ളാഹു നിങ്ങൾക്കിതാ ഒരു ഉപമ വിവരിച്ചു തന്നിരിക്കുന്നു. നിങ്ങളുടെ വലതു കൈകൾ ഉടമപ്പെടുത്തിയ അടിമകളിൽ ആരെങ്കിലും നിങ്ങൾക്ക് നാം നൽകിയ കാര്യങ്ങളിൽ നിങ്ങളുടെ പങ്കുകാരാകുന്നുണ്ടോ? എന്നിട്ട് നിങ്ങൾ അന്യോന്യം ഭയപ്പെടുന്നത് പോലെ അവരെ, അതായത് അടിമകളെയും നിങ്ങൾ ഭയപ്പെടുമാറ് നിങ്ങളിരു കൂട്ടരും അതിൽ സമാവകാശികളാകുകയും ചെയ്യുന്നുണ്ടോ? ചിന്തിച്ചു മനസ്സിലാക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അപ്രകാരം നാം തെളിവുകൾ വിശദീകരിച്ചിരിക്കുന്നു. എന്നിട്ട് ഇതിന് അടിക്കുറിപ്പായി, ഇതിപ്പോ ആയത്തിന്റെ നേരർത്ഥാണ്, ഇതിന് അടിക്കുറിപ്പായിട്ട് മൗലവിമാര് കൊടുക്കുന്നത് കേൾക്കുക. പ്രപഞ്ചനാഥനായ അള്ളാഹു തന്റെ അടിമകളിൽ ചിലർക്ക്
പ്രാർത്ഥന സ്വീകരിക്കാനും അവർ ഇഷ്ടപ്പെടുന്നവർക്ക്, അള്ളാഹ് ഇഷ്ടപ്പെടുന്നവർക്കല്ല, അവർ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ശുപാർശ ചെയ്യാനും അവകാശം നൽകിയിട്ടുണ്ടെന്ന ബഹുദൈവാരാധകരുടെ വാദത്തെയാണ് ഇവിടെ ഗണ്ണിക്കുന്നത്. ഖുർആൻ അവതരിപ്പിക്കുന്ന കാലത്ത് അറേബ്യയിൽ അടിമകളും യജമാനന്മാരും ഉണ്ടായിരുന്നു. യജമാനന്മാർ തങ്ങളുടെ സമ്പത്തിലോ അധികാരാവകാശങ്ങളിലോ യാതൊരു പങ്കും അടിമകൾക്ക് നൽകിയിരുന്നില്ല. അടിമകൾക്ക് സാമൂഹ്യാംഗീകാരമോ പരിഗണനയോ നൽകിയിരുന്നില്ല. എന്നിരിക്കെ പ്രപഞ്ചത്തിന്റെ ആകെ സൃഷ്ടാവും യജമാനനുമായ അള്ളാഹു തന്റെ അധികാരാവകാശങ്ങളിൽ വല്ലവർക്കും പങ്ക് നൽകിയിട്ടുണ്ട് എന്നവർക്കെങ്ങനെ വാദിക്കാൻ കഴിയും എന്ന് അവർ തന്നെ വിശദീകരിച്ചു. ഇനി എന്താണ് ആ പറഞ്ഞതെന്ന് ഞാൻ വിശദീകരിക്കും. ഈ ആയത്ത് അവതരിച്ചത് മഹാനായ ഇമാം തൊബ്രാനി പറയുന്ന ഹദീസിൽ കാണാം. അനിബ്നി അബ്ബാസിൻ റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് തങ്ങളെ തൊട്ട് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്. മൗലവി പറഞ്ഞ തൽബിയത്താ ഞാൻ പറയുന്നത്. കാന യുലബ്ബി അഹ്ലു ശിർക്കി, ഷിർക്കിന്റെ ആളുകൾ തെൽബിയത്ത് ചെല്ലാറുണ്ടായിരുന്നു. എന്താണ് തെൽബിയത്ത്? ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക് ഇല്ലാ ശരീകൻ ഹുവ ലക് തംലികുഹു വമാ മലക് എന്ന് തെൽബിയത്ത് ചെല്ലാറുണ്ട്. ഫഅൻസലല്ലാഹു, അപ്പോൾ അല്ലാഹു തആല അതിനെ എതിർത്തുകൊണ്ടാണ് അവതരിപ്പിച്ചത്. ഹല്ലക്കും മിമ്മാ മലകത് അയ്മാനുക്കും മിൻ ശുറകാ ഫീമാ റസഖ്നാകും ഫഅൻതും ഫീഹി സവാഉൻ തഖാഫൂനഹും കഖീഫതികും അൻഫുസകും എന്ന ആയത്ത് ഈ തെൽബിയത്തിനെ കുറിച്ച് അവതരിപ്പിച്ചതാണ്.